ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണദിന ആശംസകൾ. യെസ്, അവതാര പുലികൾ ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണദിന ആശംസകൾ. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ഒരു സ്ഥിതി സമത്വത്തിൻ്റെ സങ്കല്പം മാത്രമല്ല, നന്മയുടെ വിളനിലമായ മഹാബലി തിരുമേനി ഈ ദിവസം നമ്മുടെ മലയാളക്കരയിലേക്ക് എഴുന്നള്ളുന്നു എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്നത്. എനിക്കറിയാം, ഒരുപാട് തത്രപ്പാടുകൾക്ക് ശേഷം, ചില നമ്പരങ്ങൾക്ക് ശേഷം ഇന്നലെ ഉത്രാടപ്പാച്ചിൽ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ കരസ്ഥമാക്കി ഇന്ന് വിഭവസമൃദ്ധമായ സദ്യ ഉൾപ്പെടെ ഓണം സമുചിതമായി, തിരുവോണം സമുചിതമായി ആഘോഷിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറെടുത്ത് കഴിഞ്ഞു. നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. അടുത്ത 5 മണിക്കൂർ നേരം നമ്മുടെ സ്റ്റാർ അവതാരകർ നിങ്ങൾക്കൊപ്പം ഓണം ആഘോഷിക്കുന്നു. വിപുലമായൊരു ഓണസദ്യ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. വരികയാണ് നമ്മുടെ സ്റ്റാർ ആങ്കേഴ്സ് അവതാര പുലികളായി. വെൽക്കം, വെൽക്കം, പ്ലീസ് കം, പ്ലീസ് കം. ഹായ് അനുജ. ഹായ് സർ. ഹായ് ജയ. ഹാപ്പി ഓണം. ഓണാശംസകൾ. ഹായ് കൃഷ്ണ. ഓക്കെ വിജയ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അറിയാം, നിങ്ങൾ എത്രയോ നേരം കണ്ട് പരിചയിക്കുന്ന ആളുകളാണ്. ഓരോ ദിവസവും നമ്മുടെ വിവിധ ബുള്ളറ്റിനുകളിലൂടെ, വാർത്താ അവതരണത്തിലൂടെ, പ്രോഗ്രാമുകളിലൂടെ ഒക്കെ ഇവരെ നമുക്കറിയാം. മാത്രമല്ല, കഴിഞ്ഞ തിരുവോണ നാളിലും ഈ അവതാര പുലികൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. വൈവിധ്യമാർന്ന പരിപാടികൾ, ഇതിൽ ഒരുപാട് അതിഥികൾ ചേരുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങൾ അതിഥികളായി വരുന്ന ഒരു പ്രഭാതമാണെന്ന്. ഈ തിരുവോണ നാളിൽ എനിക്കറിയാം, രാവിലെ തന്നെ നിങ്ങളൊക്കെ എഴുന്നേറ്റ് പരിപാടികളൊക്കെ തുടങ്ങി. TV ചാനൽ ഓൺ ചെയ്യാത്ത ആളുകൾ ഓൺ ചെയ്തോളൂ. നമുക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എന്തൊക്കെ യാതനകളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. അത് ആഘോഷിക്കാതെ ഒരു മലയാളിക്കും കടന്നു പോകാൻ കഴിയില്ല. കേരളത്തിലായാലും, കേരളത്തിന് പുറത്തായാലും, ഇന്ത്യക്ക് പുറത്തായാലും, വിദേശ നാടുകളിലായാലും, പ്രവാസികളായാലും ഓണം എന്ന് പറയുന്ന സാധനം വിട്ടൊരു കളിയില്ല നമുക്ക്. വിദൂര നാടുകളിൽ നിന്ന് ഓണം ആഘോഷിക്കാൻ എത്രയോ മൈലുകൾ താണ്ടി ആളുകൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി തിരുവോണത്തിന് ആശംസകൾ നേരുന്നു. ഈ ഓണം നമുക്കുള്ളതാണ്, നമുക്ക് ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. ഇതിലൂടെ പ്രത്യേകിച്ചൊരു കാര്യം കൂടി പറയാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നു മുതൽ ഫ്ലവേഴ്സ് TV ലൈവായി നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ നിങ്ങൾ പോയാൽ, യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് TV ലൈവായി കാണാം. തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് TV ഒരു പേജ് ചാനലാണ്. യൂട്യൂബിൽ അതിസുഖകരമായ പരിപാടികളിലൂടെ, നിങ്ങൾക്ക് നയനാനന്ദകരമായ പരിപാടികളിലൂടെ യൂട്യൂബിൽ ഇന്നു മുതൽ നമ്മുടെ ഫ്ലവേഴ്സ് TVയുടെ ഉത്സവം ആരംഭിക്കുകയാണ്. അതുകൂടി ആ സന്തോഷ വർത്തമാനം ഈ ഓണക്കാലത്തെ പ്രേക്ഷകർക്കുള്ള സമ്മാനം കൂടിയായി മാറുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് TV തത്സമയം കാണുകയും ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഒന്നിച്ചുള്ള യാത്രയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അവതാര പുലികൾ വീണ്ടും ആരംഭിക്കുന്നു. ഒരു കൊല്ലത്തിന് ശേഷമായിരിക്കും. ബി ജെയിംസ്. യെസ്. അപ്പോൾ ജെയിംസ്, അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അനുജ, ഇപ്പോൾ അനുജ ഇവിടെ വന്ന് നിന്നു. അപ്പോൾ വീട്ടിലാരാ ഓണം ആഘോഷിക്കാൻ? വീട്ടില് ഹസ്ബൻഡും മോളും. ഹസ്ബൻഡിന്റെ കുക്കിംഗ് എബിലിറ്റി
ഇല്ല, പുറത്തുനിന്ന് കഴിക്കുക സർ. അയ്യോ അത് ശരി. അപ്പൊ ഈ നമ്മുടെ അവതാരകരുടെ എല്ലാം വീട്ടിൽ ഏതാണ്ട് ഒരു അവസ്ഥയായിരിക്കും അല്ലേ ആയിരിക്കണം. മിക്കവാറും. പ്രവിതാലക്ഷ്മി, ആ ഭക്ഷണമൊക്കെ വെക്കാൻ വേണ്ടല്ലോ ഇവിടുന്ന്. നമുക്ക് ഇന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ സൂപ്പർ സദ്യ ഇന്ന് തയ്യാറായിട്ടുണ്ട്. അതാണ് പ്രതീക്ഷ, ആകെയുള്ള പ്രതീക്ഷ അതാണ്. ഞാൻ പറയുന്നത് പ്രവിതാലക്ഷ്മി ആ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന രീതിക്ക് ഒരു 3 പേരുടെ സദ്യ കഴിച്ചോളൂ, ബുക്ക് ചെയ്തേക്കാം. അത്രയൊന്നും താങ്ങില്ല. താങ്ങില്ല. അപ്പോ കൂരായണം ചേച്ചി, ശ്രീനിത, എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ. നല്ല വിശേഷം. ഓണം താങ്ങിട്ട് എത്തിയല്ലോ, നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രേക്ഷകർക്ക് കുറെ സർപ്രൈസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഇന്ന് ചില സർപ്രൈസുകളുണ്ട്. അപ്പോൾ ചില വീടുകളിലേക്കൊക്കെ തന്നെ ഇന്ന് നമ്മുടെ 14 ജില്ലകളിലെയും നമ്മുടെ റിപ്പോർട്ടേഴ്സ് സംഘം, നമ്മുടെ വാർത്താ സംഘം എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഓണത്തിൻ്റെ സമ്മാനം തരാനായി. ഏത് വീട്ടിലേക്ക് ചെന്ന് കയറും എന്ന് നമുക്കറിയില്ല, നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ കാണുന്ന വീട്ടിൽ വാതിൽ തുറന്ന് കിടക്കുകയാണെങ്കിൽ, ഗേറ്റ് തുറന്ന് കിടക്കുകയാണെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലാനാണ്. ദയവ് ചെയ്ത് തല്ലരുത്. നമ്മുടെ വാർത്താ സംഘമാണ് കയറി വരുന്നത്. ഈ സംഘത്തിൻ്റെ മറവിൽ മറ്റാരും ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് വേറെ നിയമ നടപടികൾ നമ്മൾ എടുക്കും. വിജയകുമാർ, നമ്മളൊന്ന് ജാഗ്രത പാലിക്കണമെന്ന് പറയാം. നമ്മുടെ വാർത്താ സംഘമാണെന്ന് വല്ല ക്യാമറയും പിടിച്ച് വീടിന്റെ ബാക്കിലോട്ട് കയറി ഓണമായിട്ട് വല്ല അതിക്രമം കാണിച്ചാൽ അത് അപകടമാവും അല്ലേ? പക്ഷേ സർപ്രൈസ് നീതിന്യായ സംഹിത അനുസരിച്ച് അതിന് വകുപ്പ് വേറെ. അപ്പൊ വിജയകുമാർ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഉഷാറാണ് സ്കേൻ. നല്ല ഉറക്കമൊക്കെ കിട്ടിയോ രാത്രി? വെളുപ്പിനെ എഴുന്നേറ്റ് പോരേണ്ടത് കൊണ്ട് ഇച്ചിരി പ്രശ്നമായിരുന്നു വാസ്തവം പറഞ്ഞാൽ. എന്നാലും കുഴപ്പമില്ല. വിജയം 3 മണിക്ക് എഴുന്നേറ്റു. അല്ല, വിജയന്റെ ആയുധം കയ്യിൽ എടുത്തിട്ടുണ്ടോ? വിജയന്റെ കലാപരിപാടി റെഡിയാക്കാം. ഗോപികിഷൻ, എങ്ങനെയാണ് ഇന്നത്തെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഗംഭീരമായിട്ട് നമ്മൾ നേരത്തെ എസ്കേൻ പറഞ്ഞതുപോലെ തന്നെ സർപ്രൈസസ് ഉണ്ട്. അതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. പിന്നെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കുള്ള സർപ്രൈസസ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ മാത്രമല്ല, അവരുടെ വീടുകളിലേക്ക് നമ്മുടെ ആളുകൾ എത്തുന്നു, അവർക്ക് സമ്മാനങ്ങൾ കൈമാറുന്നു. അങ്ങനെ ഈ ഓണം ഗംഭീരമാക്കണം. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഓണം എന്നുള്ളത് പ്രതീക്ഷയുടേതാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു എല്ലാവരും കൂടി. മാത്രമല്ല ഗോപി, ഇവിടെ നമ്മളിപ്പോൾ 24 ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നു, ഞങ്ങൾ 24 കാണണോ ഫ്ലവേഴ്സ് കാണണോ? നിങ്ങളുടെ മനോധർമ്മം പോലെ പ്രവർത്തിക്കുക, അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതെ. അപ്പോൾ ഒരു ടി വിയിൽ 2 എണ്ണം കാണാൻ സൗകര്യമുണ്ട്, നിങ്ങൾ 2 കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഫ്ലവേഴ്സിലും ഇതുപോലെ ഒരു ഇന്ന് ശരിക്കും 10 ടി വികൾ 10 ടി വി സെറ്റുകൾ പ്രേക്ഷകർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് 20 ടി വിയാണ് പ്രേക്ഷകർ എത്താൻ പോകുന്നത്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചോദിച്ചു കളയരുത്. അപ്പോൾ ഫ്ലവേഴ്സ് ടി വി കാണുന്ന അതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആളുകൾക്കായിരിക്കും, ഒരുപാട് പേർ ഉത്തരങ്ങൾ പറയും, അതിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കായിരിക്കും ഈ ടി വി സെറ്റുകൾ സമ്മാനിക്കുക. ഈ ഓണക്കാലത്ത് അത്തരം ഒരു ഗിഫ്റ്റ് ഫ്ലവേഴ്സിൽ നിന്നുണ്ട്. അതേപോലെ ഓർക്കാപ്പുറത്ത് വരുന്ന ഗിഫ്റ്റാണ് 24 നിന്ന് ഉള്ളത്. ഈ തിരുവോണനാളിൽ നമ്മളതിൻ്റെ വിലയല്ല പ്രധാനം. തിരുവോണനാളിൽ മഹാബലി എഴുന്നള്ളുന്നത് പോലെ 24 വാർത്താ സംഘം വീട്ടിലേക്ക് എഴുന്നള്ളി വരും. ഉപദ്രവിക്കരുത് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഗോകുൽ പറഞ്ഞോളൂ. ഗോകുൽ, എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ഓണക്കാഴ്ചയിൽ നമ്മൾ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്? നമ്മുടെ നാട്ടിലെയും ഫ്ലോറിലെയും കളർ അടിപൊളി വൈബായിരിക്കും. ഗോകുൽ വരുന്നത് കടമനിട്ട ഗ്രാമത്തിന് അടുത്ത് നിന്നാണല്ലോ. എന്താണ് കാര്യം? അപ്പോ കടമനിട്ട ഗ്രാമത്തിൽ നിന്ന് വരുമ്പോഴേ മലഞ്ചൂരയിൽ മടയിൽ നിന്ന് ആരൊക്കെ എത്തിയ സ്ഥലമല്ലേ? പിന്നെ പിടിക്കാം സാർ, പിന്നെ പിടിക്കാം. അതൊക്കെ നമുക്ക് പിന്നെ പിടിക്കാം. പ്രദീപ്, അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നന്നായി. നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നല്ല ഊർജ്ജമാണ് ഈ ഫ്ലോറിൽ നിന്നുള്ള തത്സമയവും. അതോടൊപ്പം അതെ. ഓക്കെ, പ്രജിൻസി കണ്ണൻ, നമുക്ക് പാട്ട് വേണ്ടി വരും. പാട്ടൊക്കെ റെഡിയാ. ഗുഡ് നൈറ്റ് വിത്ത് പ്രവിത ആൻഡ് പ്രജിൻ അല്ലേ? അപ്പൊ അത് നന്നായി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് രാത്രിയിലെ പാട്ട് പകലേക്ക് ഒന്ന് ആക്കണം. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് വരാം. അപ്പോൾ തൃക്കാക്കരയില് ശ്രീകാന്ത് ഉണ്ട്, കൊച്ചിയിലെ ബ്യൂറോ സംഘം അവിടെ ഉണ്ട്. കൃഷ്ണ, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അല്ലേ? ഓക്കെ, ശ്രീകാന്ത്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറയൂ ശ്രീകാന്ത്. തൃക്കാക്കര ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അവതാര പുലികൾ അടരാടാൻ തുടങ്ങി. ഞങ്ങളിവിടെ ഓണത്തിന് വേണ്ടി സജ്ജമാണ്. നമ്മുടെ ടീം 24-ന്റെ കൊച്ചി ബ്യൂറോ ടീം ഇവിടെ സജ്ജമായിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ തൃക്കാക്കര അമ്പലത്തിലാണ് നമ്മളുള്ളത്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന് ഓണവുമായി വലിയ ബന്ധമാണുള്ളത്. അത് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം മഹാബലിയും വാമനമൂർത്തിയും ഒക്കെയായി ബന്ധപ്പെട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഇതാണ് ഈ വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ഭക്തജന തിരക്കുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ ഈ ഓണത്തോടനുബന്ധിച്ച്, തിരുവോണത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഒപ്പം ഓണസദ്യ ഇന്ന് ഇപ്പോൾ ഈ തിരുവോണം നാളിൽ ഇവിടെ നടക്കുന്നുണ്ട്. ശീവേലി എഴുന്നള്ളത്തടക്കം നടക്കുന്നുണ്ട്. നമ്മുടെ നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് നമ്മുടെ കൊച്ചി ബ്യൂറോയിലേക്ക് എത്തിയതിന് ശേഷം നമ്മളോടൊപ്പം ആദ്യത്തെ തിരുവോണമാണ്. നിതിൻ അംബുജൻ നമ്മളോടൊപ്പം. നിതിൻ, എങ്ങനെയുണ്ട് ഇന്നത്തെ ഓണം? കളറാണ്, കുഴപ്പമില്ല, ഗംഭീരമാണ്.
ആദ്യത്തെ ഓണം ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണം. അതെ 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 നേരത്തെ കോഴിക്കോട് നിന്ന് ഓണം ആഘോഷിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഡൽഹി ബ്യൂറോയിലേക്ക് പോയത്. ഇപ്പോൾ ഇവിടെ എത്തി ആദ്യത്തെ ഓണം ആഘോഷിക്കുന്നു കൊച്ചിയിൽ. ഇപ്പൊ ഈ വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് നിതിനായിരുന്നു ഇവിടെ വന്നു നിന്ന് നമ്മുടെ വാർത്തകളൊക്കെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഇന്നത്തെ പ്രധാനപ്പെട്ട പൂജകൾ എന്തൊക്കെയായിരിക്കും ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട്? ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് മഹാബലി എഴുന്നള്ളുന്നുണ്ട്. നമുക്കറിയാം ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് വാമനമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ഏക കേരളത്തെ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇവിടെ കൊടുക്കാറുണ്ട്. ഓണ ദിവസമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് കണക്കാക്കുന്നത്. രാവിലെ 8 മണിക്ക് മഹാബലി എഴുന്നള്ളുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ആനകൾ എഴുന്നള്ളിക്കും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇവിടെ ഈ ഓണസദ്യ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉത്രാട ദിനത്തിൽ മാത്രം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10,000-ലധികം പേർക്ക് ഓണസദ്യ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ അത് 20,000-ഓളം പേരെയാണ് ഈ ഓണസദ്യയിൽ പ്രതീക്ഷിക്കുന്നത്. തൃക്കാക്കര എന്ന് കേട്ടപ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഓണസദ്യയാണ്. തൃക്കാക്കര ഓണസദ്യ അത് രാവിലെ 10 തന്നെ ആരംഭിച്ച് പിന്നീട് ഏതാണ്ട് ഒരു 1.5-2 മണി വരെ നീളുമെന്നാണ് പറയുന്നത്. വൈകിട്ട് 5 മണിയോട് തന്നെ ഈ കൊടിയിറക്കം ഉണ്ടാകും. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഈ ഉത്സവത്തിന്റെ പരിപാടികൾ. ശരി, നമ്മുടെ വിഷ്ണു കുറച്ചധികം നാളായി നമ്മുടെ ബ്യൂറോയിൽ നമ്മളോടൊപ്പം ഉള്ള വിഷ്ണു സുരേഷ് രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്ന് കൗണ്ടറുകളാണ് ഈ തിരുവോണവുമായി വീട്ടിൽ പോകാനോ വീട്ടിൽ നിന്ന് ഓണം ആഘോഷിക്കാനോ ഒക്കെ പറ്റാത്തതിന്റെ കൗണ്ടറുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വിഷ്ണു എങ്ങനെയുണ്ട് ഓണം? എനിക്ക് വീട്ടിൽ പോകത്തിന്റെ ഒരു നിരാശയില്ല. ഇവിടേക്ക് തന്നെയാണ് സന്തോഷം. ഓണം അടിപൊളിയാണ്. ഇത്തവണ നമ്മൾ ഓണം പൊളിക്കുകയാണ്. രാവിലെ തന്നെ അമ്പലത്തിൽ ഭയങ്കര കളറാണ്. ഇനി ഇവിടുന്ന് അടുത്ത സദ്യ പരിപാടിയാണ്. സദ്യ പരിപാടിയിലേക്ക് കിടക്കുന്നു. എന്തായാലും ഓണത്തോടെ നമ്മൾ പൊളിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരുമിച്ച് എസ് കെ നമ്മളോടൊപ്പം അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട്. അശ്വിൻ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് വന്നിട്ട് കൊച്ചിയിലെ ഓണത്തിന് ഒപ്പം ചേർന്ന് അശ്വിന്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അശ്വിൻ എങ്ങനെയുണ്ട് ഓണം? ഓണം സൂപ്പറാണല്ലോ. ഇന്നലെ വൈകുന്നേരം എടുത്തല്ലേ നമ്മൾ ഒരുമിച്ചാണല്ലോ എടുത്തത്. ഞാൻ ഉണ്ടായിരുന്നല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട്? വീട്ടിൽ പോകാൻ പറ്റും? വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു എല്ലാവരും? വീട്ടിൽ നിന്ന് കുറച്ചാളെ വിളിച്ചു. 1 മാസമായി വീട്ടിൽ പോയിട്ട്. അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്ത് പോയായിരുന്നല്ലേ? ഇപ്പോ അഭിനന്ദ് നമ്മുടെ ഈ അടുത്ത് നമ്മളോടൊപ്പം ചേർന്നതാണ്. അഭിനന്ദ് കൂടി എങ്ങനെയുണ്ട്? അഭിനന്ദ് ഈ 24-ലേക്ക് വന്നതിന് ശേഷമുള്ള ഓണം അടിപൊളിയാണ്. നിങ്ങളോടൊപ്പം ഒക്കെ അല്ലേ, അപ്പം കുറച്ചുകൂടെ കളറാവുന്നുണ്ട്. തീർച്ചയായിട്ടും എസ് കെ അങ്ങനെ നമ്മുടെ ബ്യൂറോ പൂർണ്ണമായും ഇന്നത്തെ തിരുവോണ ദിവസം എല്ലാത്തരം ആഘോഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളും തയ്യാറാണ്. തൃക്കാക്കരയിൽ വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ കൊച്ചിയിലെ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ 2 വാമന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊച്ചിയിലെ തൃക്കാക്കര ക്ഷേത്രം. ഇന്നവിടെ ഉത്സവമാണ് അല്ലെ വിജയകുമാർ? തൃക്കാക്കരയിൽ ഇന്നലെ സന്ദർശിച്ചല്ലോ വിജയകുമാർ. ഇന്നലെ അത്തം കൊടിയേറുന്നു. ഇന്ന് തിരുവോണം ആറാട്ടാണ്. ഗംഭീര ഓണസദ്യയൊക്കെ ഉണ്ട് അവിടെ. അതെ അതെ. പ്രേക്ഷകർക്ക് ഒരു വിവരം കൂടി തരാം. ഇത് കൊച്ചിയിലെ മണിയുടെ ഞങ്ങളുടെ മീഡിയ സിറ്റിയിൽ നിന്നാണ് ഈ തത്സമയ സംപ്രേഷണം നിങ്ങൾ കാണുന്നത്. ഈ അവതാര പുലികൾ സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. ഈ സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും നമ്മൾ അവതാര പുലികൾ സംപ്രേഷണം ചെയ്തത്. കാര്യം ഇത്രയും മനോഹരമായൊരു ദൃശ്യ പൊലിമ ഒരുക്കാൻ നമുക്ക് ഈ സ്റ്റുഡിയോയിൽ മാത്രമേ സൗകര്യമുള്ളൂ എന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. സീന മോഹൻ ഇറങ്ങി നമ്മുടെ സ്മിത ഹരിദാസ് ഇവിടെ പോയി. സ്മിത ആഫ്രിക്കയിൽ ഇറങ്ങി. അവിടെ കൂടെ സമാധാനം കെടുത്ത് അവിടെ പോയിട്ടുണ്ട്. അവിടെ നിന്നിപ്പോൾ ഈ തിരുവോണം. ഹായ് സ്മിത, ഹാപ്പി ഓണം. അവിടെയുള്ള ആളുകൾ കൂടി പറഞ്ഞാൽ ആഫ്രിക്കയിലുള്ള ഹായ് ആഫ്രിക്ക. നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയിലേക്കുള്ള എല്ലാ മലയാളികളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പ്രേക്ഷകർ ഓണാശംസകൾ നേരുന്നു. നിങ്ങളുടെ ഓണാശംസകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വേണം. അതിനിടയിൽ ഈ മൊബൈൽ കുത്തുന്നതിനിടയിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം. നിങ്ങളുടെ വീടുകളിലേക്ക് നമ്മുടെ വാർത്താ സംഘം ചില ഗിഫ്റ്റുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടാൽ തിരിച്ചറിയാം. അവരുടെ കയ്യിൽ മറ്റേ മൈക്ക് കാണും അല്ലേ? പണിയായുധം അവരുടെ കയ്യിൽ കാണും. ആ ആയുധം മുന്നോട്ട് പിടിക്കുന്ന ആളുകളെ മാത്രമേ വീട്ടിൽ കയറ്റിയാൽ മതി. എന്നാൽ വീട്ടിനുള്ളിലേക്ക് കടത്തണമെന്നില്ല അല്ലേ വിജയകുമാർ? നമ്മുടെ ആളുകളൊക്കെ വീടുകൾക്കുള്ളിൽ കടക്കാൻ സ്വാതന്ത്ര്യം പ്രേക്ഷകർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്നാലും ഇതിന്റെ മറവിൽ ചിലപ്പോൾ മറ്റുള്ളവർ സദ്വാര വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ പുറത്ത് നിർത്തി സംസാരിച്ചാലും നമ്മൾ ചാടി വീട്ടിൽ കയറാൻ ടെൻഡൻസി ഉള്ള റിപ്പോർട്ടേഴ്സ് നമുക്കുണ്ട്. അവരെ പുറത്ത് നിർത്തിക്കോളൂ അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. കൃഷ്ണ ഇങ്ങോട്ട് വന്നേ. അല്ല കൃഷ്ണ വന്ന അതുപോലെ അനുജയും വന്നേ. അനുജ ഇവിടെ നമ്മളൊരു സദ്യ ഒരുക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഈ ലൈവ് പരിപാടി അവസാനിക്കുമ്പോൾ നമ്മുടെ സദ്യ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഈ സദ്യയുടെ ചില സാധനങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ നമ്മുടെ സഹോദരന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കൃഷ്ണയ്ക്ക് എങ്ങനെയാ കുക്കിംഗ്, എങ്ങനെയാ എബിലിറ്റി? എനിക്കറിയാം സാർ. അറിയാം. വാക്കറിയാമോ? അല്ല, പാചകം ചെയ്യാൻ ഞാൻ അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം. അത് ഇന്നലെ അവിയൽ ഉണ്ടാക്കി. മുഖസ്തുതി പറയുന്നല്ലോ, ഇത്രയും നല്ല ഒരു അവിയല്
ലോകത്ത് ആദ്യം ഉണ്ടാവുകയാണ് ഇല്ല സാർ പ്രജുനോട് ചോദിച്ചു നോക്ക് നല്ല അവിയലല്ലായിരുന്നു പ്രജിൻസി കണ്ണൻ കൃത്യമായിട്ട് പറയണം. പെൺകുട്ടികളെ കാണുമ്പോൾ അഭിപ്രായം മാറ്റരുത്. ഇല്ല നല്ലായിരുന്നു ക്രിസ്റ്റീന നേരത്തെ പറഞ്ഞിരുന്നു നല്ല അവിയലാണെന്ന് പറയണം. ഇല്ല സാർ നല്ല അവിയലായിരുന്നു. പക്ഷെ അനുജ ടെലിവിഷനിൽ പാചകം പഠിക്കുന്നത് നല്ല പാചകക്കാരിയാണ്. എങ്ങനെയുണ്ട്? ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ഏതാ അനുജയുടെ? ഞാൻ അവിയൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ സാമ്പാർ നിർമ്മാണം കുടമ്പളി ഇട്ട മീൻകറി ഉണ്ടാക്കും. ആരും കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചിട്ടുള്ളവരുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുള്ളവരുണ്ട് സർ. പിന്നെ ഇവിടെ തന്നെ കഴിച്ചിട്ടുള്ളവരുണ്ട്. നമുക്ക് ഈ സദ്യയിലേക്ക് ഒന്ന് കയറിയല്ലോ. ഈ കൂട്ടത്തില് പക്ഷെ വേറൊരാളൂടെ ഉണ്ട്. ആരാത്? ഇതിനേക്കാൾ നന്നായിട്ട് അവിയൽ വെക്കാൻ അറിയുന്ന ഒരാളുണ്ട്. ഇതിനേക്കാൾ നന്നായിട്ട് അവിയൽ വെക്കാൻ അറിയുന്ന ഒരാളുണ്ട്. ആരാത്? അത് നമ്മുടെ റീജിത്താണ്. അല്ല തമാശല്ല, ഗംഭീര വിഷയമാണ്. നമ്മുടെ ഈ സദ്യവട്ടത്തിന്റെ മാസ്റ്റർ ഷെഫ്, മാസ്റ്റർ കുക്കായിട്ട് നമ്മൾ ഒരാളെ പ്രഖ്യാപിക്കുകയാണ്. പ്രശസ്ത അവതാരകരും ആവശ്യമുള്ള തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത്യാവശ്യം ഫലിതം പറയുകയും എന്നാൽ തബലയിൽ താളം പിടിക്കുമ്പോൾ സക്കീർ ഹുസൈനെ ഞെട്ടിച്ചു കളയും. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ള നമ്മുടെ ചീഫ് ഭണ്ഡാരി ആൻഡ് മാസ്റ്റർ ഷെഫ് ചീഫ് കുക്ക് വിജയകുമാർ. ഇന്ന് സദ്യ അല്ലേ? ഞാൻ ശരിയാക്കി തരാം. ഡ്രാഗൺ ഇന്ന് ഈ സദ്യ കായംകുളമാക്കാൻ സദ്യയല്ലേ? ശരിയാക്കി തരാം. ഞാൻ ശരിയാക്കി തരാം. വിജയകുമാർ തീരുമാനിച്ചിട്ടുണ്ട്. വിജയകുമാർ മുണ്ടൊക്കെ മടക്കി കുത്തിക്കോളും. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഈ സദ്യവട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള വേണം. അപ്പൊ ഈ സദ്യയുടെ ചില വിഷ്വൽസ് ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊപ്പം തന്നെ തുടരാം. ഈ തിരുവോണം നമുക്ക് അടിച്ച് പൊളിക്കണം. അടുത്ത 5 മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണ്. ചില അതിഥികളെത്തും, അതുപോലെ ചില പ്രേക്ഷകരെത്തും, വീട്ടിലേക്ക് ഗിഫ്റ്റ് വരും, ചില ചലച്ചിത്ര താരങ്ങൾ കൂടി ഇതിൽ അണിചേരുന്നുണ്ട്. പി പി ഇന്റർനാഷണൽ ലെവലിൽ കുക്കിംഗ് അറിയാമോ ബിപിക്ക്? എന്ത് വേണം? യൂറോപ്യൻ, കോണ്ടിനെന്റൽ, ചൈനീസ്, ഇന്ത്യൻ, ഇനി എന്ത് വേണം? ഇതെല്ലാം ചെയ്യും വേറെ ഷെഫിളെ പോലുള്ള ആൾക്കാർ. അതെ, ഞാൻ കൂടെ നിൽക്കും. പക്ഷെ അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പൊ റീജിത്ത് കേരളത്തിലെ പ്രശസ്തനായ അവിയൽ നിർമ്മാതാവാണ് എന്ന് വാർത്ത വരുന്നു. റോയിട്ടർ റിപ്പോർട്ട് ചെയ്യുന്നു. ചെറിയ സദ്യയൊക്കെ ഉണ്ട് സാർ. ഞാൻ ആലോചിച്ചതേ ആ ധർമ്മപത്നിയുടെ ഭാഗ്യമാണ്. അവിയലെങ്കിൽ അവിയലെ, പുളിശ്ശേരിയെങ്കിൽ പുളിശ്ശേരി. റീജിത്ത് അവിയല് മാത്രല്ല കേട്ടോ, നോൺ വെജ് ഐറ്റംസ് ഭയങ്കര നന്നായി കുക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റീഡിംഗിൽ നിന്ന് കുക്കിങ്ങിലേക്ക് മാറിയാലോ? അല്ല സാർ, അത് നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഒരാളുടെ സഹായം. ഇവിടെ കലവറയിൽ ആളില്ല. പി എയിംസിനെ വിളിക്കാം. ഗോപി ആവശ്യമുണ്ട്. അല്ല വിജയനെ ഒരു സ്ഥലത്ത് സമാധാനം സംഭവിക്കില്ല. അല്ല, തേങ്ങ ചിരണ്ടാൻ ആളില്ല. പായസത്തിന് റെഡിയാണ്. തേങ്ങ ചിരണ്ടി തീരില്ല. ബാബാ റെഡിയാക്കി ഒരു ഇല ഇങ്ങനെ ഗോപിച്ചേട്ടൻ വെറുതെ നിൽക്കും. പായസത്തിന് തേങ്ങ ചിരണ്ടാൻ ആളില്ല. ജെയിംസ് സാർ ആദ്യമേ ഇളക്കാൻ നിന്നു. ജെയിംസ് സാർ അധികം ഇളക്കണ്ട. ഗോപി അല്ലെങ്കിൽ ഇളക്കി നല്ല പരിചയമോ? എവിടെങ്കിലും പോയി ഇളക്കുക, ഉക്രൈനിൽ ഇളക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കാതെ ഗോകുലേ ഇതേ ആ വെണ്ടയ്ക്ക നുറുക്കുകയെ. അല്ല, അവിടെ തേങ്ങ ക്രിസ്ത്യനെ ഇരണ്ടുന്നുണ്ട്. അത് കൂടുതൽ എല്ലാരും കൂടെ ഒരു തേങ്ങ രണ്ടണ്ട. അല്ല, ഇതെന്താ വിജയ തേങ്ങാക്കറിയാണോ മുഴുവൻ? ഓണത്തിനിടയിൽ ഒരു പുട്ടുകച്ചവടം ആറന്മുള ക്ഷേത്രത്തിൽ ശ്രീകുമാറുണ്ട്. വിജയനെ നമ്മളിന്ന് പായസം വെക്കുന്നത്. എത്ര പായസം വെക്കുന്നത് നമ്മളിന്ന്? പായസം വെക്കാം. പിന്നെ മറ്റേ സേമിയ പായസം സേമിയ, എല്ലാ ടൈപ്പ് പായസം ഒരിക്കലും വിജയ. പരിപ്പും ഉറപ്പാണ്. നമ്മളെ കുറിച്ച് അണ്ടർറേറ്റ് ചെയ്ത് നമ്മളൊക്കെ നല്ല അറിഞ്ഞ് തിന്നുന്ന ആൾക്കാരാണ്. ഓക്കെ. അല്ല ചേച്ചി, ഇത് എന്തിനുള്ള ചേച്ചി ഇത് കട്ട് ചെയ്യുന്നത്? ഇപ്പൊ തേങ്ങ ഇരണ്ടാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇതോ പോട്ടെ വിജയ, അവിയലിന്റെ തേങ്ങ. അല്ല, ഇത്രയും അധികം തേങ്ങ വേണോ അവിയലിന്? വീട്ടിൽ നിന്ന് ഗോപിയുടെ ഭാര്യ വിചാരിക്കുക ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരവയുടെ പുറത്ത് കയറാത്ത ആള്. അല്ല, അത് വെറുതെ കേട്ടോ. അത് വെറുതെയാണ്. വിജയം വേണമെങ്കിൽ ഒന്ന് വന്ന് ഇളക്കിക്കോ. ഇത് തീരുന്നില്ല. ഇത് ഇളക്കിക്കോണ്ടേ ഇരിക്കുക. ഈ ഇളക്ക് ഇന്റർനാഷണൽ ഇളക്കാ. യുക്രൈൻ യുദ്ധം പോലെ തീരുന്നേ ഇല്ല. അല്ലെങ്കിൽ ഇളക്കാൻ ജെയിംസ് സാർ ബെസ്റ്റാ. അല്ലാതെ എന്താന്ന് ജെയിംസ് സാറിനോട് ചോദിച്ചേ. ജെയിംസ് സാർ അത് എന്താ, എന്ത് വിഭവം അത്? ഇത് എന്താ വിചാരിച്ചത്? സാമ്പാർ. പിന്നെന്താ വിചാരിച്ചത്?
അല്ല വിജയ സാമ്പാർ എന്തൊക്കെ വേണം ഇതില്? ഉക്രൈനാന്ന് വിചാരിച്ച ഇളക്കിക്കൊണ്ടിരിക്കും. റീജിത്തോട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ജെയിംസ് സാറിന് ഫ്രീ ആക്കാം. അല്ല ജെയിംസ് സാറിന് ഒരു കാര്യമുണ്ട്, ഇതിന് കളിയാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വരെയായിരിക്കും. ആഫ്രിക്കയിൽ നിന്ന് ഒരു സന്ദേശം വന്നിരിക്കുന്നു. നമ്മുടെ സ്മിത ഹരിദാസ് കാവ്യാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു, ഓണാശംസയൊക്കെ പറഞ്ഞിരിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ സ്മിത ഹരിദാസ് ഹായ്. അപ്പൊ വിഷ് യു ദ സെയിം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, താങ്കളെ മിസ് ചെയ്യുന്നുണ്ട്, പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഓണം അവിടെ ആഫ്രിക്കയിൽ അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ടെലിഫോണിൽ വന്നാലും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നിങ്ങൾ തേങ്ങ വെട്ടം തിരുമ്മി തീരണം. പി ജെയിംസ് ആ ഇന്റർനാഷണൽ ഇളക്കത്തിരിയുടെ വേഗത്തിലാക്കും. അതായത് കാച്ചി വെച്ച പപ്പടം ജെയിംസ് സാർ പിന്നെയും കാച്ചി. അല്ല SKN വിജയൻ ഓഫീസിലുള്ളത് പോലെ തന്നെ ഓർഡർ ഇടൽ മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. അതെ അത് തന്നെ പരിപാടി. വിജയൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അല്ലെ വിജയൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്റെ ജോലി എന്ന് പറയുന്നത് ഇത് മുഴുവൻ നിയന്ത്രിക്കുക, കാര്യങ്ങൾ മുഴുവൻ നോക്കുക. ചീഫ് പണ്ടാരിയാണ്, ചീഫ് പണ്ടാരി. അതെ അതെ. അല്ല വിജയനെ ചീഫ് കുക്കാവുമ്പോൾ പണി ചെയ്യണ്ട അല്ലേ? അപ്പൊ നമുക്കിനി ആറന്മുള ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. ആചാരപൂർവ്വമാണ് പ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഈ തിരുവോണത്തോണി പുറപ്പെട്ടത്. ആറന്മുളയിലേക്ക് നമ്മൾ പോകുന്നു. വഞ്ചിപ്പാട്ട് പാടിയാണ് ശ്രീകോവിലേക്ക് തിരുവോണത്തോണിയെ എഴുന്നള്ളിച്ചത്. അവിടെ ആറന്മുള ക്ഷേത്രത്തിൽ നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഹാപ്പി ഓണം, തിരുവോണാശംസകൾ. അവിടെ ആറന്മുളയിലെ ക്ഷേത്രത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് നമുക്ക് ഈ ഓണം ദിനം ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കാനുള്ളത്? പറയും. നമ്മുടെ കൈയൊക്കെ വൃത്തിയാണ്. SKN വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഓണം. എന്തായാലും വലിയ ആഘോഷ തിമിർപ്പോട് കൂടി ആചാര പെരുമയോട് കൂടിയാണ് ഇത്തരത്തിൽ തിരുവോണത്തോണി രാവിലെ കാട്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേർന്ന്. ഇന്നലെ വൈകിട്ടായിരുന്നു കാട്ടൂരിൽ നിന്ന് തിരുവോണത്തോണി പമ്പയാറ്റിലൂടെ കടന്നു വന്നിരുന്നത്. അതിനുശേഷം കൃത്യം 6 മണിക്ക് തന്നെ ഇവിടേക്ക് എത്തി ഓണവിഭവങ്ങൾ, ആറന്മുളയപ്പന് കാഴ്ചവെക്കാനുള്ള ഓണവിഭവങ്ങൾ മാങ്ങാട്ട് ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ 13 ദേശപ്രമാണിമാർ ചേർന്ന് ഇങ്ങോട്ട് എത്തിച്ചു. വെറ്റില അതുപോലെ തന്നെ പാക്കുമൊക്കെ നൽകി, പൂവുമൊക്കെ നൽകിയാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ഒക്കെ അവരെ സ്വീകരിച്ചത്. ഇപ്പോൾ വഞ്ചിപ്പാട്ട് പാടി ഓരോ സംഘങ്ങൾ ഇവിടെ വന്ന് അകത്തേക്ക് വന്ന് തൊഴുത് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വഞ്ചിപ്പാട്ട് പാടുന്ന ആളുകളെയാണ് കാണുന്നത്. വലിയ തോതിലുള്ള ആവേശം ഇവരുടെ ഒക്കെ വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്ന്. വിവിധ കരകൾ, 52 കരകളാണ്. സ്വാഭാവികമായി 52 കരകളിലെ ആളുകൾ രാവിലെ പുലർച്ചെ ഒരു 4 മണി മുതൽ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. ഇനി ആറന്മുളയപ്പനെ തൊഴുത് തിരുവോണ ആഘോഷത്തിലേക്ക് അവർ കടക്കും. അവരുടെ വീടുകളിലേക്ക് അവർ പോകും. എന്തായാലും പ്രസാദം വാങ്ങി ആറന്മുളയപ്പനെ തൊഴുതു എന്ന ഒരു സാഫല്യത്തോടു കൂടി തന്നെയാണ് ആളുകൾ മടങ്ങുന്നത്. എന്തായാലും ആറന്മുള ക്ഷേത്രത്തിൽ ഇപ്പോഴും വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. SKN. ശ്രീജിത്ത് ശിവകുമാരനാണ് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് വന്നത്. ഉന്മേഷ്, ഡോക്ടർ ഉന്മേഷ്, ഈ PhD കിട്ടിയതിന് ശേഷമുള്ള ആദ്യ ഓണമല്ലേ ഇത്? അപ്പൊ ഈ ഓണത്തിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഗവേഷണാനന്തരം ആദ്യത്തെ കൊല്ലം. എന്താ വിവരങ്ങൾ? സന്തോഷം. അപ്പൊ അതിനുശേഷം ഇമ്പ്രൂവ് ചെയ്തോ താഴ്ത്തു പോയോ? ഇല്ല, ഇമ്പ്രൂവ് ചെയ്തു. നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അപ്പൊ വീട്ടിലിപ്പോ എനിക്ക് തോന്നുന്നത് അച്ഛൻ ഇടുക്കിയിലുണ്ടല്ലോ. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഒരു ഓണാശംസ പറയണ്ടേ? നമ്മൾ ആ ക്യാമറ നോക്കിയിട്ട് വീട്ടിലിരിക്കുന്ന അവർക്ക് വേണ്ടി ഒരു ഓണാശംസ. അച്ഛനും അമ്മയ്ക്ക് ഓണാശംസ നേരുകയാണ്. ഒരു അഭ്യർത്ഥന കൂടി ഉണ്ട് സാർ, എന്നെ കൂടി തേങ്ങ എണ്ണ വിടണം. പൊയ്ക്കോളൂ. ഉന്മേഷിന് തേങ്ങ തിരുമ്മി പരിചയമുണ്ടോ? പിന്നെ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ്? നാട്ടിൽ ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ പ്രശസ്ത തേങ്ങ തിരുമുകാരൻ ഉന്മേഷ് സദ്യഘട്ടത്തിന് വേണ്ടിയുള്ള ചെരവയുണ്ട്. ഒരു ചെരവയുടെ പുറത്ത് ഗോപികൃഷ്ണൻ എക്സ്പെർട്ട് ഞാനുണ്ട്. ഇവിടെ വേറെ ഉണ്ട്. ക്ഷീണം വരുന്ന ആൾക്കാർ പറയണേ. ഗൗലേ, ശ്രീത്തെ, അല്ലെ ഇതിനകത്ത് കുഴപ്പമെന്നല്ലേ, ക്രിസ്റ്റീന ഈ ഒരു ചിരട്ട കുറച്ചു നേരമായിട്ട് ചിരട്ടക്കൊണ്ടിരിക്കുക. അത് തീർന്നു ക്രിസ്റ്റീനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടെ ഈ തേങ്ങ വന്ന് വീഴുന്ന സാറ് കണ്ടില്ലേ? ഈ തേങ്ങ വന്ന് വീഴുന്ന കണ്ടില്ല? അത് അടുത്തെടുക്ക ചുമ്മാ വെറുതെ അധികം പുറകോട്ട് പോകണ്ട. ഈ ഭണ്ഡാരി ഭയങ്കര കലിപ്പിലാണല്ലോ. ഇവിടെ ആള് കൂടുതലാണോ? ഇവിടെ ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തേങ്ങ എടുത്ത് കഴിക്കാനാണ് വന്നത്. നമ്മുടെ ആഫ്രിക്കയിൽ ഇറങ്ങിയ സ്മിത ഹരിദാസ്
പറഞ്ഞത് വിഷു ആൾന്നല്ല, മിസ് യു ആൾന്നാ. ആണോ? ആ, നിങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് സ്മിത. കുഴപ്പമില്ല. അപ്പോൾ ഈ മനോഹരമായ തത്സമയ പരിപാടി ഈ തിരുവോണ ദിനത്തിൽ അവതാര പുലികളായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മണിയുടെ ഉള്ള മീഡിയ സിറ്റിയിലെ 12K വിസ്താര ഫ്ലോറിൽ നിന്നാണ്. അപ്പോൾ ഈ 12K വിസ്താര വിപ്ലവം മലയാള ടെലിവിഷനിലേക്ക് അവതരിപ്പിച്ചത് ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് 24 കൂടെ ഒക്കെ നമ്മൾ സന്നിവേശിപ്പിച്ച് അവിടെ തകൃതിയായ സദ്യ നടക്കുകയാണ്. നമ്മുടെ ഡോക്ടർ ഉന്മേഷ് MA PhD സദ്യ ഈ തേങ്ങാ തിരുമുന്ന കാര്യത്തിലും അദ്ദേഹം ഇടുക്കിയിൽ നിന്നുള്ള തേങ്ങാ തിരുമൽ രീതിയാണിത്. ഇടുക്കി സ്റ്റൈൽ ഓഫ് തേങ്ങാ തിരുമലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ TK റീജിത്തെ പ്രശസ്ത അവതാരകൻ പപ്പടം കാച്ചുന്നു. ആദ്യമായിട്ട് പപ്പടം കണ്ടുപോലെ പരിഭ്രമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് ദൃക്സാക്ഷി വിവരങ്ങൾക്ക് നൽകിയിരുന്ന റീജിത്ത് പപ്പടം കാച്ചുന്നു. PP ജെയിംസ് ഇസ്രയേലിലെ പശ്ചിമേഷ്യയിലെ കലാപകലുഷിതമായ അന്തരീക്ഷത്തിന്റെ പുനരാവിഷ്കാരം പോലെ അവിടെ പായസം എന്ന സാമ്പാർ, പായസവും സാമ്പാറും തമ്മിൽ തിരിച്ചറിയാതെ പോയ ഒരു അന്താരാഷ്ട്ര ലേഖനാണ് BP. അവിടെ നമ്മുടെ ചീഫ് ഭണ്ഡാരി, നല്ല കുക്കിംഗ് അല്ലെങ്കിൽ ചീപ്പ് ഭണ്ഡാരിയായി മാറും. അപ്പൊ ഭണ്ഡാരി ഏറ്റെടുക്കുകയാണത്. ഓക്കെ, അപ്പൊ സദ്യവട്ടം പുരോഗമിക്കുന്നു. അപ്പൊ നമ്മുടെ കലാരൂപങ്ങളെല്ലാം കഥകളിയൊക്കെ നമ്മുടെ തിരുവോണത്തിൽ അലിഞ്ഞു ചേരാനായിട്ട് അവരെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തുഷ്ടമായ ഓണം നമ്മൾ ആശംസിക്കുന്നു, എല്ലാ കലാരൂപങ്ങൾക്കും. തിരുസൂർ നിന്നുള്ള ഗോപാലകൃഷ്ണനാണ് ഈ കലാരൂപങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. പതിവ് പോലെ അദ്ദേഹത്തിന്റെ സർഗധനരായ കലാകാരന്മാർ നമ്മുടെ കൂടെ ഫ്ലോറിൽ ഈ ഓണം ആഘോഷിക്കാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ റീജിയണൽ ബ്യൂറോയിലെ ടീം അംഗങ്ങളുണ്ട്. ഷിവിത് റാവുത്തറും സംഘവും വാർത്താ സംഘം അവിടെയുണ്ട്. അതുപോലെ നമ്മുടെ വാർത്താ സംഘത്തിന് വീടുകളിലേക്ക് പുറപ്പെടാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ഗിഫ്റ്റുമായിട്ട് വരാം. ഹലോ, ഹാപ്പി ഓണം അലക്സ് റാം മുഹമ്മദ് ആൻഡ് അതേഴ്സ്, ഹാപ്പി ഓണം. അപ്പോൾ പറയൂ ഷഫീദ്, പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവതാര പുലികൾ അടരാടി തുടങ്ങി, സദ്യവട്ടം ഒരുക്കുന്നതിനുള്ള തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, പാചകം തുടങ്ങി. ഉന്മേഷിന്റെ തിരുമലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ഓണം എസ്കേൻ, ഹാപ്പി ഓണം ടു ഓൾ. ഏതായാലും ഈ കേരളം ഒന്നാകെ ആഘോഷിക്കുന്ന പോലെ നമ്മളും ഈ ഓണം അടിച്ചു പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പതിവ് പോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിലുണ്ട്. അവിടെ വലിയ തരത്തിലുള്ള ആളുകൾ, അത് ഈ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല കേരളത്തിന്റെ മറ്റെല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പതിവ് പോലെ ഇവിടേക്ക് എത്തി ക്ഷേത്ര ദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളുടെ ബ്യൂറോയിലെ മുഴുവൻ ടീമാണ് എസ്കേൻ ഇത്. അതിൽ നമ്മളുടെ സാരഥികളുണ്ട്, ക്യാമറമാരുണ്ട്, മറ്റ് ടീം അംഗങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെ നമ്മൾ ഒന്നിച്ചായിരിക്കും ഈ മൊമെന്റ് മുതൽ നമ്മളുടെ ഓണാഘോഷം തുടങ്ങുന്നത്. ബ്യൂറോയെ സംബന്ധിച്ച് വളരെ പേഴ്സണലായി മറ്റൊരു സന്തോഷം കൂടി ഈ ഓണാഘോഷ വേളയിൽ പങ്കുവയ്ക്കാം. ഇന്ന് അലക്സ് റാം മുഹമ്മദിന്റെ പിറന്നാളാണ്. അങ്ങനെ ഒരു സന്തോഷം കൂടി ബ്യൂറോയെ സംബന്ധിച്ചിട്ടുണ്ട്, അങ്ങനെ കൂടി ആഘോഷം കൂടി ബ്യൂറോയെ സംബന്ധിച്ചിട്ടുണ്ട്. അലക്സ്, എങ്ങനെയുണ്ട് ഓണം, എങ്ങനെയുണ്ട് പിറന്നാൾ? ഓണം അടിപൊളി. ഓണം നമ്മൾ ഈ വയനാടൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു അതിജീവനത്തിൻ്റെ ഓണം എന്നുള്ളത് തന്നെ പൂർണ്ണ അർത്ഥത്തിൽ. ഇവിടേക്ക് വരുമ്പോഴത്തേനും ആളുകളൊക്കെ ഭയങ്കര വൈബിലാണ്. ആ വൈബിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി. ആ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തി കഴിഞ്ഞു. പിന്നെ പിറന്നാൾ 30കളിലേക്ക് കിടക്കുന്ന എസ്കേൻ, അങ്ങനെ ഒരു സന്തോഷം. എസ്കേൻ, അലക്സ് പറയുന്നത് 30ആണ്, പക്ഷെ അതല്ല എന്നാണ് ബ്യൂറോയിലെ മറ്റുള്ളവരുടെ അഭിപ്രായം. സലീമ, ഓണം എങ്ങനെയുണ്ട്, എന്താണ് പറയാനുള്ളത്? ഓണം അടിപൊളിയാണ്, നമ്മൾ കളറാക്കുക. മാത്രമല്ല നമ്മുടെ അലക്സേട്ടന്റെ പിറന്നാളാണല്ലോ. അപ്പോൾ അലക്സേട്ടന്റെ പിറന്നാൾ എന്ന് പറയുമ്പോഴത്തേക്ക് അലക്സേട്ടൻ ജനിച്ചെന്നും മഹാബലി പേടിച്ച് ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് പോയെന്നും പറയാനുള്ള ഐതിഹ്യമുണ്ട്. അപ്പോൾ അത്രയും ചരിത്രവും പ്രാധാന്യവും കൊണ്ട്, അത്രയും വർഷം പഴക്കമുണ്ട് അലക്സേട്ടന്. അപ്പോൾ എന്തായാലും നമ്മൾ കളറാക്കും, അടിച്ചു പൊളിക്കും. ഏതായാലും ഇതാണ് എസ്കേൻ, അങ്ങനെയുള്ള ആഘോഷവും അങ്ങനെയുള്ള സന്തോഷവും ഉണ്ട്. ഏതായാലും നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണ് തിരുവനന്തപുരം ടീം അംഗങ്ങളുള്ളത്. നമ്മുടെ മുഴുവൻ ടീം അംഗങ്ങളെയും നമുക്ക് ഈ ക്യാമറ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള സന്തോഷത്തിൽ നമ്മൾ ഈ ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ് എസ്കേൻ. ഹാപ്പി ഓണം ടു ഓൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ചില്ലാട്ടം പറക്കാൻ അറിയാവും? നാട്ടുമ്പുറത്തൊക്കെ ചില്ലിയാട്ടം ചില്ലിയാട്ടമൊക്കെ പറന്ന് തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ പോയി ഇരുന്ന് പരിചയമൊക്കെ ഉണ്ട്. ഓണത്തള്ളാണിത്, പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ വാർത്താ സംഘം 14 ജില്ലകളിലും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഓണാശംസകൾ നേരാനും നിങ്ങൾക്ക് ചെറിയൊരു സമ്മാനം ഈ തിരുവോണനാളിൽ നൽകുവാനുമായിട്ട് വാർത്താ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഏത് വീട്ടിലേക്കും ഇവർ കടന്നു വരാം. പക്ഷേ നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റണമെന്നില്ല, വരാന്ത വെച്ച് സംസാരിച്ച് ഓണാശംസകളൊക്കെ നല്ല യഥായുക്തം വാങ്ങി നിങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി അവർ സന്തോഷ സമയത്ത് യാത്ര അയച്ചാൽ മതി. ആ കാര്യം, ആ ചടങ്ങ് നമ്മൾ തത്സമയം ഇവിടെ സംപ്രേഷണം ചെയ്യും. അപ്പോൾ ചലോ വാർത്താ സംഘം ചലോ, ഹിന്ദിയാണ് കേട്ടോ, ഹിന്ദി. അപ്പോൾ ഇനി നമുക്കൊരു ഇടവേള പോകണം. അവിടെ സദ്യവട്ടം നല്ല തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുരായണം ചേച്ചി ശ്രീനിത നല്ല എന്താ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ടഫ് ജോലി ഞാനാണ് ചെയ്യുന്നത്. സവാളയുടെ തൊലി കളഞ്ഞു. സാറ് പറഞ്ഞത് മുതൽ തൊലി കളയാൻ തുടങ്ങിയത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
വെച്ചിരുന്ന മറ്റേ കുമ്പളങ്ങ വീണ്ടും വീണ്ടും അരിയുമാണ്. ഈ സവാളയുടെ തൊലി കളയുന്നത് ഏറ്റവും വലിയ ജോലിയാണെന്ന് ഈ ഭൂമി മലയാളത്തിൽ കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ കുരാണൻ ചേച്ചി. സാധാരണ പ്രോഗ്രാമിലൂടെ ചെയ്യാറുള്ള മറ്റുള്ളവരുടെ തൊലി വരിക മാത്രമല്ല സത്യം പ്രോഗ്രാമിൽ പലരുടെയും തൊലി കളഞ്ഞ് വഴിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ. അപ്പോൾ ഗോപി, ഇപ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മലയാളികൾക്കെല്ലാം ഓണാശംസകൾ നേർന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മലയാളത്തിൽ അദ്ദേഹം ഒരു ഓണാശംസ നേർന്നുകൊണ്ട് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു. നമ്മൾ ഈ സദ്യയൊക്കെ ഒരുങ്ങട്ടെ, നമ്മുടെ കലാരൂപങ്ങൾ നമുക്കൊപ്പം തുടരട്ടെ, 12K വിസ്താരയിൽ നമ്മുടെ കളികൾ നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഒരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് നമ്മൾ വേഗം മടങ്ങി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാരണവശാലും പോകരുത്. നമുക്ക് കുറേ സർപ്രൈസുകൾ നമ്മൾ നിങ്ങൾക്കായിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർപ്രൈസുകൾ പ്രേക്ഷകരെ തേടി വരും. മാത്രമല്ല നമുക്ക് ചില ചലച്ചിത്ര താരങ്ങൾ കൂടി നമുക്കൊപ്പം അതിഥികളായി ഇന്ന് ചേരും. അപ്പോൾ ഈ അതിഥികളുമൊക്കെ ആയിട്ട് അടുത്ത 5 മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരിക്കും. അത് കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ ഇവിടെ ഒരുങ്ങും, നിങ്ങളുടെ വീടുകളിൽ ഒരുങ്ങും. സദ്യ കഴിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഈ 24-ന്റെ തത്സമയ അവതാര പുലികളുടെ സംപ്രേഷണം കാണാം. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. നമ്മൾ ഒന്നിച്ച് തന്നെ തോളിൽ കൈയിട്ട് മഹാബലി തിരുമേനിയെ നമ്മൾ സ്വീകരിക്കും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു എല്ലാരും കൂടെ മാവേലി ഒന്നൂടെ. റെഡി, 1 2 3 4. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഈ പാട്ടില്ലാതെ ഒരു ഓണക്കാലമില്ലല്ലോ നമുക്ക്. ഇല്ല, ഇത് നമ്മൾ തകർക്കും. പിന്നെ ഇതൊരു വേറെ രീതി പാടാൻ പറ്റുമോ ഇത് പ്രജിന്? ഒരു മോഡേൺ സ്റ്റൈലില് ഒരു കവർ വെർഷൻ കുറച്ച് സമയം തന്നെ ഞാൻ പാടാം. ഓക്കെ ഓക്കെ. അപ്പോൾ ദാറ്റ് വാസ് ഫ്രം പ്രജിൻ ആൻഡ് പ്രവിത. നമുക്കറിയാം ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രജിൻ നിങ്ങൾക്കറിയാം. ഗോപി, നമുക്കിനി നമ്മുടെ കൃഷ്ണയുടെ കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ. കൃഷ്ണ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഈ ഓണക്കാലത്ത്? നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ജീവിതം അടിപൊളിയാണ്, നന്നായിട്ട് പോകുന്നു. പക്ഷെ നമ്മുടെ 24-ന്റെ കൊച്ചി ബ്യൂറോ കണ്ടപ്പോഴേ മേലെപ്പറമ്പിൽ ആൺവീട് പോലിരിക്കുന്നു, ഒരു പെൺതരി പോലും ഇല്ല അല്ലേ? കൊച്ചി ബ്യൂറോയോ? ക്രിസ്റ്റീനെ നമുക്ക് കൊച്ചി ബ്യൂറോയിലേക്ക് വേണമെങ്കിൽ വിടാം. നമുക്കേ നമ്മള് ഈ ഓണക്കാലത്ത് മഹാബലി ആരാകും എന്ന് പ്രേക്ഷകർ ഇന്നലെ സംശയം ചോദിച്ചിരുന്നു. അപ്പൊ കോഴിക്കോട് നിന്ന് ഒരു മഹാബലിയെ നമ്മള് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദീപക് തർമ്മടം. അപ്പൊ ദീപക് കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോ നമ്മുടെ കോഴിക്കോട് ബ്യൂറോയിൽ എല്ലാവരും ഉണ്ടല്ലോ. എനിക്ക് കുഴപ്പം അല്ല. എനിക്ക് തോന്നേ ദീപകിനെ പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് ആ വയറ് വെച്ചാന്ന് തോന്നുന്നു. വയറ്. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അല്ല, അത് കുറയ്ക്കരുത് ദീപക്. ദീപകിന്റെ ഒരു ഐഡന്റിറ്റി, ആ മുട്ട പോലെ വയറും ഏറ്റവും പ്രധാനമാണ്. ഈ ഓണക്കാലത്ത് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ പ്രേക്ഷകർ കൊടുക്കരുത്. ആ വയറൊന്നും അങ്ങനെ കുറയാൻ പോകുന്നില്ല. ഓക്കെ. അപ്പോ തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്, കോഴിക്കോട്ടെ തളിയിലാണ് ഓണം. നമുക്ക് സാധാരണ ഗുരുവായൂരിലെ ഓണം എന്നൊക്കെ പറയുന്ന പോലെ മലബാറുകാർക്ക്, കോഴിക്കോട്ടുകാർക്ക് തളിയിൽ ഓണം. ഇത് ഓണപ്പൂക്കളം കാണാം. നമ്മളെ ഷഹദ് റഹ്മാൻ എത്തിയിട്ടുണ്ട്. വലിയ ബ്ലോക്കിലായിരുന്നു. ഷഹദ്, ഹാപ്പി ഓണം. എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയോ, ഞാൻ കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോഴിക്കോടേക്ക് വന്ന ആദ്യത്തെ ഓണമാണ്. ഷഹദ് കോഴിക്കോട് എത്തിയ സന്തോഷത്തിലാണ്. ഇത് നമ്മുടെ ഇടുക്കിയുടെ മണിമുത്ത് രാഹുൽ സുരേഷ് ഇവിടെ ഉണ്ട്. എസ്കേൻ, വലിയ കുഴപ്പമില്ലാത്ത ഓണമാണ്. നമ്മൾ ഉച്ചവരെ കളത്തിലുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇടുക്കിയിലേക്ക് ട്രെയിൻ. ഇതാ ഇപ്പൊ തന്നെ അവധി ചോദിച്ചിരിക്കുകയാണ് എസ്കേൻ. ഇതാ ഉച്ചയ്ക്ക് ശേഷം ജനശാബ്ദിക്ക് ഇടുക്കിയിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇതാ നമ്മുടെ പ്രജ്വൽ സുരേഷ്. അല്ല, നമുക്ക് രാജേഷ് ഒന്ന് കാണിക്കട്ടെ. രാജേഷ് വെള്ളരിക്കുണ്ട്, നമ്മുടെ ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിന് ഇതാ നമ്മളൊന്ന് കാണിക്കുന്നുണ്ട്. രാജേഷ് രാജേഷാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇനി പ്രജ്വൽ സുരേഷ്, നമ്മുടെ ക്യാമറാമാൻ, മീഡിയ അക്കാദമിയിലെ പഴയ മിടുക്കനായ കുട്ടിയാണ്. അടിപൊളി ഓണാണ് ഇത്. 24-ലെ രണ്ടാമത്തെ ഓണാണ്. അടിപൊളിയായിട്ട് പോകുന്നു. ഓണം ഗംഭീര ഓണാണ്. 24
നമ്മുടെ ഹരി നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പറാണ്. ഹരിയിലേക്ക് പോവാണ്. ഹരി, കളർഫുൾ ഓണാണ് എൻ്റെ ഫസ്റ്റ് 24-ലെ ഫസ്റ്റിലെ ഓണാണ്, പക്ഷെ കളറാണ് ഓണം. എസ് കെ, നമ്മുടെ പ്രേക്ഷകരും ഇവിടെ വളരെ സജീവമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം ഓണം? ഗംഭീരം. അവിടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ അതെയോ? അല്ല, ഒരു ഇത് മാത്രമേ ഉള്ളൂ, വയനാട് പ്രശ്നം മാത്രം. അപ്പോൾ അതൊക്കെ നമ്മൾ അതിജീവിച്ചു. എസ് കെ എൻ, അപ്പം മലബാറിന്റെ 24 ടീമിന്റെ ഹാപ്പി ഓണം ഇവിടുത്തെ പ്രേക്ഷകരും നമ്മളോട് ഇവിടെ ആശിയുണ്ട്. ആശി ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിരിക്കുക പാൻറ് ഇട്ടതുകൊണ്ട്. ആശി നമ്മുടെ സാരഥിയാണ്. ആശി, എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ എസ് കെ എൻ, മലബാർ ടീമിന്റെ ഓണാശംസകൾ. ദീപക് തർമ്മടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. അദ്ദേഹത്തിനെ മഹാബലിയുടെ വേഷത്തിലാണ് പ്രതീക്ഷ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പറഞ്ഞാൽ പുള്ളി അതൊക്കെ ചെയ്യും. ഓക്കെ. അപ്പോൾ പ്രദീപ, ഈ ഓണക്കാലത്ത് പ്രേക്ഷകരെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാന വാർത്തകളിൽ നിന്ന് മോചനമുണ്ടോ പ്രദീപിനെന്നാണ് അല്ലേ? എങ്ങനെയാ ഓണത്തിന്റെ ഒരു അനുഭവം പ്രദീപിന്? പ്രധാന വാർത്തകളല്ലാതെ പറഞ്ഞാൽ പ്രധാന വാർത്തകളല്ലാതെ പറയുമ്പോൾ എസ് കെ എൻ, ഓണം മലയാളികളുടെ ദേശീയോത്സവമാണല്ലോ ടാഗ് ലൈൻ. ഇത് മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ദേശീയോത്സവമുണ്ട്, പക്ഷെ അതുപോലെ അല്ലല്ലോ ഓണം. എത്ര വെറൈറ്റിയാണ് ഇപ്പൊ നമ്മുടെ പുറകിൽ തന്നെ നിൽക്കുന്ന കലാരൂപങ്ങൾ. ഇവിടെ അവതാരകരിൽ ഭൂരിപക്ഷം പേരും തൃശ്ശൂർക്കാരാ. ഇവിടെ 4 തൃശ്ശൂര്, 3 കോട്ടയം, 2 തിരുവനന്തപുരം, 2 പത്തനംതിട്ട. മലഞ്ചൂരയിൽ മടയിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രൊഡ്യൂസർ ഉണ്ണികൃഷ്ണൻ തൃശ്ശൂര്. അപ്പൊ 45 തൃശ്ശൂർക്കാരുണ്ട്. പ്രാദേശികവാദം വേണ്ട. പ്രാദേശികവാദം ഇല്ല, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഞാൻ തൃശ്ശൂർ സ്റ്റൈലിൽ ഒന്ന് ചോദിച്ചോട്ടെ ബിബി, അല്ല എന്തൊരു തേങ്ങ നിങ്ങൾ പറയുന്നത്? അല്ലേ, വാട്ട് ആർ യു ടോക്കിംഗ്? വാട്ട് കോക്കനട്ട് ആർ യു ടോക്കിംഗ് മിസ്റ്റർ PP ജെയിംസ് ഇന്റർനാഷണൽ? ഓക്കേ, സ്പീക്ക് ഇൻ മലയാളം സർ. നോ. ഓക്കേ, റെഡി. അപ്പോൾ നമ്മുടെ ഈ കൂരാണം ചേച്ചിയുടെ ഒരു അനുഭവം ചോദിക്കാം. ഈ ഓണം, ഒരു കൂരാണം തുടങ്ങിയിട്ട് ഒരു ഓണം പിന്നിട്ടല്ലോ, അത് തന്നെ അത്ഭുതമാണ്. പോക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മിക്കവാറും ഓരോ ഓണം തികയ്ക്കത്തില്ല. എന്നെന്തായാലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാക്കിയല്ല, സമാധാനമല്ല. നല്ലതല്ലേ, അകത്തിരിക്കാമല്ലോ 24 മണിക്കൂർ. കാര്യം പുറത്തിറങ്ങിയാലേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ എങ്ങനെ ആളുകളൊക്കെ കാണുമ്പോ എങ്ങനെ ഒരു അനുഭവം? ഇടത് കൊണ്ട് അടിച്ചു പറ്റിക്കുന്നുണ്ടോ? ഞാൻ ഒരു കൈ അകലത്തിലാണ് ആരെങ്കിലും വർത്തമാനം പറയാൻ. കല്യാണത്തിനൊന്നും പോകരുത് കേട്ടോ, അല്ല മുട്ടുസു ചോദിച്ച് കുത്തികളെ ആൾക്കാർ. പക്ഷേ ഈ താങ്കളുടെ രൂപമാണ് താങ്കളെ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ എന്നെ പോലെ തടിയൊക്കെ ഉള്ള ഒരാൾ, അല്ലെ ഗോപികൃഷ്ണന്റെ ഒരാളായിരുന്നല്ലോ, ആൾക്കാരൊന്ന് അടിച്ചിട്ട് പോയത് കേട്ടോ. ഈ കൊച്ചായിരുന്നു കൂരാണെന്ന് പറഞ്ഞ ആൾക്കാര്. നമ്മുടെ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാൻ ഇറങ്ങി നീ പോകുന്നല്ലേ, പിന്നെ അവിടെ ഇങ്ങനെ കാട്ടാനേരാമ്പറയിൽ കാട്ടാനിറങ്ങി വലിയ ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ? അപ്പൊ എനിക്കൊന്ന് നമ്മൾ അവതാര പുലിയിൽ ഇറങ്ങുന്ന കൂടാതെ ഇതും കൂടെ സംഭവിച്ചു എന്നുള്ളതാണല്ലേ. അപ്പോൾ പ്രജിൻ, എനിക്കൊന്ന് ഈ കുറെ കാലമായി വാർത്താവതരണം തുടങ്ങിയിട്ട്, പക്ഷേ ഈ രാത്രിയിലത്തെ ഈ പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം ഒരു ആസ്ഥാന ഗായകൻ എന്നുള്ള നിലയിൽ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് പ്രജിന്റെ പാട്ട്. പ്രജിൻ ഇപ്പൊ വാർത്ത വായിക്കാൻ വരുമ്പോ ഇപ്പൊ പാടുമായിരിക്കും എന്ന ആളുകൾ ആലോചിച്ചു പോവാ. അങ്ങനെയുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്. പാട്ട് ഇന്ന പാട്ടുകൾ പാടാമോ എന്നൊക്കെ പേഴ്സണലി മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പോകുന്നു. ഈ അതായത് ഒരു ചലച്ചിത്ര സംഗീത സംവിധായകനെ ഈ ഇടയ്ക്ക് കണ്ടുമുട്ടിയപ്പോഴേ അത് എന്നെ അക്ഷരാർത്ഥത്തിൽ നിന്ന് ഞെട്ടിച്ചു. പ്രജിൻ നന്നായി പാടുന്നുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞു കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അതിന്റെ മുഖത്തൊന്ന് നോക്കി കളിയാക്കുവാണോ എന്നുള്ളത്. അതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ല, നന്നായി പഠിക്കാത്തോണ്ടാ ഇങ്ങനെ പാടാൻ പറ്റും. അല്ല, മാധ്യമപ്രവർത്തനം പോയാലേ സിനിമ കൊണ്ട് രക്ഷപ്പെടും. അല്ല, പാട്ടുപാടി തെരുവിലിറങ്ങിയാലും ജീവിക്കാമല്ലോ. ഇങ്ങനെ പറയുമ്പോ എന്നെ ഇവിടുന്ന് പറഞ്ഞോടാ. ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, ഈ ചാനലിൽ നിന്ന് അവസാനം ഇറങ്ങുന്ന ആളായിരിക്കും പ്രജിൻ. കാര്യം പാട്ടുപാടാൻ ആൾ വേണ്ടേ? അല്ല, അതെന്തറിയോ, വിജയം പോയി കഴിയുമ്പോൾ വിജയന് മംഗളം പാടാൻ ഒരാൾ ബാക്കി. അതുകൊണ്ട് ഞാൻ ഒരാളെ ആലോചിച്ച. ഇവ നമുക്ക് യഥാർത്ഥത്തിൽ അമേരിക്കൻ മലയാളികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് പ്രിയപ്പെട്ട നമ്മുടെ മലയാളി പ്രേക്ഷകർ നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. സമുചിതമായി നിങ്ങളെല്ലാവരും പ്രവാസികൾ ഓണം ആഘോഷിക്കുക, അടിച്ച് പൊളിക്കുക, തകർക്കുക. അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്, പക്ഷേ ഈ സമയവും കടന്നു പോകും. ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള അവിടുത്തെ മലയാളികൾ, പ്രത്യേകിച്ച് അവരുടെ കലാപ്രവർത്തനത്തിൻ്റെയും ഭാഷയുള്ള സ്നേഹം കൊണ്ട് അവരൊരു ആൽബം സോങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ, അവിടുത്തെ അറിയപ്പെട്ട പിശക്കുരനായ ഡോക്ടർ രാധാകൃഷ്ണൻ നേതൃത്വമുള്ള ഒരു സംഘമാണ് ഈ ആൽബം സോങ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കൻ മലയാളികൾക്കെല്ലാം ഒരു തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ആ പാട്ട്, ആ ചിത്രീകരണം നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു തരുന്നു. പ്ലീസ് പ്ലേ ദാറ്റ് സോങ് ഫ്രം അമേരിക്ക.
സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരുമയുടെയും പ്രതീകമായി പൊൻചിങ്ങത്തേരിൽ പൊന്നോണം വരവായി. പുഞ്ചിരി തൂകുന്ന പൂക്കളും നൃത്തം വയ്ക്കുന്ന പൂത്തുമ്പിയും മാവേലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. ലോകമെങ്ങും മലയാളികൾ ഗൃഹാതുരത്വത്തോടെ ഓർക്കുന്ന ആ നല്ല നിമിഷങ്ങൾ. ഞങ്ങളും പങ്കുചേരുന്നു ക്ലീവ്ലൻഡ്, ഒഹായോയിൽ നിന്നും. ചിങ്ങത്തേരേറി വരുന്നേ പൊന്നിൻ പൂക്കാലം, അവണി പാടം വിളഞ്ഞേ പഞ്ചമി പെണ്ണാളേ. ഓണവില്ലിൽ ഈണം നീട്ടി നന്നായി പാടേണ്ടേ, മാവേലി മന്നൻ വാണൊരു നാടിൻ പൊൻചരിതം. കള്ളവുമില്ല ചതിയുമില്ല പൊള്ളത്തരങ്ങളുമില്ല, ഏവരും ഒന്നായി വാണിടുന്നൊരു സുന്ദരദേശം. ഏവരുമൊന്നായി വാണിടുന്നൊരു സുന്ദരദേശം. ചിങ്ങത്തേരേറി വരുന്നേ പൊന്നിൻ പൂക്കാലം, അവണി പാടം വിളഞ്ഞേ പഞ്ചമി പെണ്ണാളേ. അവണി പാടം വിളഞ്ഞേ പഞ്ചമി പെണ്ണാളേ. അപ്പോൾ വെൽക്കം ബാക്ക്. അനുജ, ഇത് അമേരിക്കയിലെ ഡോക്ടർ രാധാകൃഷ്ണൻ നേതൃത്വമുള്ള ഒരു സംഘം അയച്ച ആൽബം സോങ് ആണ്. അവർക്ക് ഒരു നമ്മുടെ ഒരു ഓണ ഗിഫ്റ്റ് ആണ് അത്. അങ്ങോട്ട് ഓക്കെ. അപ്പൊ നമ്മളത് പറയണം. ഞാൻ പറഞ്ഞു ഈ ബാക്കി അനുജ പറഞ്ഞു. അല്ല, നമ്മൾ എല്ലാ തവണയും ഈ നമ്മളുടെ ഓണം എപ്പോഴും ഇവിടെയാണല്ലോ. അപ്പൊ സാർ എല്ലാ തവണയും നമ്മളോട് ഓണത്തിന് പറയുന്നത് വന്നോണം ഓഫീസിലേക്ക് എന്നാണ്. വന്നോണം ഓഫീസിൽ. അതാണ് സാറിന്റെ നിർദ്ദേശം. ഞങ്ങളെ സംബന്ധിച്ച് ഓഫീസ് ഓണമാണ് എല്ലാ വർഷവും. അത് ഗംഭീരമാക്കാറുണ്ട് എല്ലാ വർഷവും. ഇത്തവണ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കേരള തനിമയുള്ള കലാരൂപങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പാട്ടുപാടി സദ്യ കഴിച്ചൊക്കെ ആഘോഷിച്ചു. അല്ല, അനുജ പാടും. ജെയിംസെ, വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഇതൊക്കെ ഈ ഒരു സൗന്ദര്യ അന്വേഷകൻ എന്നുള്ള നിലയിൽ BP ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഈ തിരുവോണം വരുമ്പം അനുജ് ഒന്ന് ചെറുപ്പമാവും. അതെന്തൊരു സ്ട്രാറ്റജി അല്ലേ? എന്നും ചെറുപ്പമാണെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പൊ അത് VPയും പറയാറില്ലേ? ഞാൻ എന്നും ആണല്ലോ. അനുജ, നമുക്ക് അപ്പോൾ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ, അനുജയെ എത്രയോ വർഷങ്ങളായി ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ അനുജയിൽ നിന്നൊരു ഗാനാലാപനം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? ഞാൻ പാട്ടൊന്ന് എടുത്തു വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ അപ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം ചെയ്യാം. ഗോപി, ഈ ഓണത്തിന് എന്തെങ്കിലും വീട്ടിലെ വരക്കാരനായ മകൻ എന്ത് പറയുന്നു? അവൻ സുഖമായിട്ടിരിക്കുന്നു. വര എങ്ങനെ പോകുന്നു? നമുക്ക് അനുഗ്രഹിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗോപികൃഷ്ണന്റെ മകൻ, അവന്റെ പേര് വസുദേവ് കൃഷ്ണൻ. അവന് മമ്മൂക്ക അനുഗ്രഹിച്ച ഒരു കരങ്ങളാണ് അവനുള്ളത്. നന്നായി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ നന്നായിട്ട് വരച്ചോളണം. നിന്റെ തലവര മാറും. ആ വരയിലൂടെ ആയിരിക്കും തലവര തെളിയുന്നത്. ചിലപ്പോ ഗോപികൃഷ്ണന്റെ വരയ്ക്ക് മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ഗോപികൃഷ്ണന്റെ മകനെ ഒരു ബീഡി ദത്തന്റെ അടുത്തൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ബീഡി ദത്തൻ പറഞ്ഞത് അവൻ വരയ്ക്കുന്നത് വളരെ ഒറിജിനൽ ആണ്, ഒരു ഗുരുക്കളും ഇല്ലാതെ സ്വന്തമായി വരയ്ക്കാൻ ആവശ്യമില്ല. ഗുരുണ്ട് അല്ലേ? റീജിത്തെ, നമുക്ക് ആ റീജിത്തിന്റെ ആ കുക്കിംഗ് എബിലിറ്റിയെ കുറിച്ച് പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകും.
ഒന്ന് പറഞ്ഞോളൂ. ഞാൻ പറയാൻ കാണുന്ന അറിയോ, നമ്മള് ആ അവിയൽ പരിപാടി കഴിഞ്ഞിട്ട് ഇന്നലെ അവിയലിന്റെ അവതാരകരുടെ അവിയൽ അല്ലേ കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഓഫീസിൽ വന്നപ്പോ എന്നോട് ആദ്യം ചോദിച്ചു അവിയൽ എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കൊള്ളായിരുന്നു, 2 ടീം 2 രീതിയിലാണ് വെച്ചത്. ഏത് രീതി ഒന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന പോലെ പറഞ്ഞു, അങ്ങനെയല്ല അവിയൽ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ക്ലാസ് ആയിരുന്നു, ഗംഭീര കക്ഷിയാണ്. അപ്പൊ ഇത് എവിടുന്ന് പഠിച്ചു? ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. ഞാൻ നിലനിൽപ്പിന്റെ അല്ലറ ചില്ലറ കുക്കി എനിക്ക് അറിയാവുന്നത് സത്യം. നന്നായിട്ട് എളിമയാണ്, ഭയങ്കര വിനയമാണ് കേട്ടോ. ഞാൻ മറ്റു വഴിയില്ലാതെ കുക്കിംഗ് പഠിച്ചാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കുക്കിംഗ് സൗഹൃദ സദസ്സുകളിലായിരിക്കും. അല്ല റീജിത്ത് വീട്ടിലുണ്ടാക്കാറുണ്ട്. അല്ല എന്തറിയോ, അത് പറഞ്ഞാൽ അതിനത് വേറെ പ്രശ്നമുണ്ട്. അല്ല പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. പ്രേക്ഷകർക്ക് നന്നായി അവിയൽ വെക്കാൻ അറിയാമായിരിക്കും. അതല്ല അവിയൽ വെക്കാൻ, നിങ്ങൾക്ക് അവിയൽ വെക്കാൻ അറിയില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകര്? അവിയൽ വെക്കാൻ അറിയാമോ? എന്തൊരു വിട്ടി ചോദ്യോടെ ചോദിക്കുന്നത്, തിരിച്ചു ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറയുന്ന അവരുടെ കമന്റുകളൊന്നും വായിക്കില്ല. മുഹമ്മദ് അനു പറയുന്നു SK ആള് കൂടിയപ്പോഴാണോ കമന്റ് വായന കുറച്ചത്. അതുപോലെ മിനിബാബു പറയുന്നു ടൈമൊക്കെ പറയണം, ഞങ്ങളുടെ കമന്റ് വായിക്കണം, എന്നാലേ ഒരു രസമുള്ളൂ. സമയം പറഞ്ഞിരിക്കുന്നത് 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 42 സെക്കൻഡും ഇപ്പോൾ ആയി കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ സമയമാകുന്നു. ഈ ഇടവേള കഴിയുമ്പോൾ അനുജയുടെ ഗാനം അല്ലേ ഉണ്ടാവൂലേ? എനിക്ക് അനുജയിൽ ഒരു സംശയം, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പറയണം എല്ലാവരോടും. ഓക്കെ, വെൽ ഡൺ മൈ ഡിയർ ആർട്ടിസ്റ്റ്. പിബി എങ്ങനെയുണ്ടായിരുന്നു സംഭവം? അടിപൊളി മയിലാട്ടം, അടിപൊളിയായിട്ട് കേട്ടോ. അടിപൊളി. മാത്രമല്ല സർ, അതെ മയൂര നൃത്തമാണ്. എല്ലാ വർഷവും ഈ ചേട്ടൻ തന്നെയാണ് വരാറുള്ളത്. കാരണം യുക്രൈനിൽ മയിലാട്ടമില്ലല്ലോ, മയൂര നൃത്തമില്ലല്ലോ. അപ്പൊ പിബി ജെയിംസ്, യുക്രൈനിലെ ഈ മയൂര നൃത്തം ഉണ്ടോ? അതാ തെറ്റിപ്പോയത്. ബോംബുകൾ കൊണ്ടുള്ള നൃത്തമാണ് നടക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി ലോകമെമ്പാടുമുള്ള 24ന്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവതാര പുലികൾ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി. ഏതാണ്ട് 12 മണി വരെ, 12 മണിയായാലും നമ്മൾ തിരുവോണ സദ്യ ഉറക്കും നടന്നു. അവിടെ വിജയകുമാർ കണ്ടില്ലേ, കഴിഞ്ഞ 50-60 കൊല്ലമായി പാചകകലയിൽ അതിവിദഗ്ധനാണ്. പഴയിടം നമ്പൂതിരിയൊക്കെ വിജയനിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. വിജയകുമാർ, ഈ പഴയുടെ ഒരു ശിഷ്യൻ എന്നുള്ള നില എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീര ഞാൻ കരുതിയതിനെക്കാട്ടെ പെർഫോമൻസ്. അല്ല വിജയേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ, വിജയേട്ടാ ഇപ്പൊ അവിയൽ എവിടെ എത്തി? അവിയൽ കഷ്ണം ഇങ്ങനെ അതിൽ എണ്ണ കിടന്ന് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കൂട്ടുള്ളത്? അല്ല, അതിൽ അവിയൽ എന്ത് കൂട്ടുന്നത്? അവിയലിന്റെ കഥ അറിയാവോ ജെയിംസ് സാറിന്? അന്ന് അവിയലിന്റെ ഉപജ്ഞാതാവ് ആരാ? അതെ, വിജയകുമാർ തന്നെ. അവിയലിന്റെ ഉപജ്ഞാതാവ് സാക്ഷാൽ ഭീമസേനനാ. അതായത് കൗരവരും പാണ്ഡവര വനവാസ കാലത്ത്, അജ്ഞാതവാസ കാലത്ത് അവർക്ക് ഈ ഭീമൻ ഒരു കൊട്ടാരത്തിലെ പാചകക്കാരനായിട്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദിവസം പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കേണ്ടി വന്നു. ഭീമസേനൻ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന കലവറയിലുണ്ടെന്ന പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കി അവിയലാക്കി. അന്നാണ് അവിയൽ ആദ്യമായിട്ട് ലോകത്തുണ്ടായത്. അതാണ് അവിയലിന്റെ കഥ. അതാണ് ആ അവിയലാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്, ഗംഭീര അവിയലാണ്.
അല്ല പക്ഷേ ഒരു കാബേജ് ഇടില്ല. വിജയ എന്താ എന്റെ പ്രദീപേട്ടാ അവിയല് കാബേജ് അവിയലിൽ ചേരാത്ത പ്രശ്നങ്ങളില്ല വിജയ. മുഖസ്തുതി പറയല്ലേ വിജയകുമാറിന് ശരിക്കും ഭീമസേന്റെ ലുക്കുണ്ട്. ശരീരം അല്ല ഇപ്പൊ മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് എസ്കെ ആളുകളെ അളക്കുന്നത്. പാടുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഉള്ളൂ. അല്ല ബോഡി ഷേമിംഗ് അല്ല, വിജയകുമാറിന് അങ്ങനെ ഒരു ജനറൽ ബോഡി ഒക്കെ ആണല്ലോ, പിന്നെ പ്രശ്നമില്ല. അപ്പൊ വിജയകുമാർ ഒരുപക്ഷെ ലോകത്തിലെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവായിരിക്കും ഈ അവിയൽ എന്നൊരു സാധനത്തിന്റെ ഉത്ഭവം ഭീമസേനൻ വഴിയാണെന്നുള്ളത്. അങ്ങനെ ഒരു കഥയുണ്ട് എസ്കെ. PSC ക്ക് ഒരു ചോദ്യമാകാമല്ലോ, വേണമെങ്കിൽ ഒരു ചോദ്യം ആക്കാവുന്നതാണ്. മുണ്ടാട്ടോ അതിന് ഹൈലൈറ്റ് ചുമല്ലമുണ്ട്. വിജയകുമാർ തോളെ കിടക്കുന്ന തോർത്ത് സൂക്ഷിച്ചോളൂ, ഇടയ്ക്ക് തലേ കെട്ടാ വേണേ തലേ കെട്ടിക്കോളൂ. അനുജ പാടാൻ പോവാ, വേണേ കെട്ടിക്കോളൂ. സാധാരണ പാടുമ്പോഴല്ലേ വിജയൻ തലേ കെട്ടുന്നു. പാടിയാലോ? അപ്പൊ ശരി, പഴയ പാട്ടാന്ന് തോന്നുന്നു. പഴയ പാട്ട്. അതെന്തോ അനുജ അങ്ങനെ പഴയ ആളാക്കുന്നത്? അല്ലല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പഴയ പാട്ടുകളോടാണ്. PP നിങ്ങളെ പോലെയാണ് എല്ലാവരും വിശ്വസിച്ചത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഓക്കെ, പാട്ട് പ്രജൻ ഒരു സൂചന കൊടുത്തോളൂ. 4 റെഡി ചേച്ചി, റെഡി റെഡി 1 2 3 4. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ അനുരാഗ ഗാനമായാൽ അവിവേകി പെണ്ണാകും ഞാൻ. കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാൻ. അടിപൊളി അടിപൊളി അടിപൊളി. കോളേജ് കുമാരിയുടെ ഒരു എന്താ പറയാ ഓർമ്മ പോലെ. കോളേജ് പ്രശ്നമാണ്. എത്ര കൊല്ലം മുമ്പോ കോളേജ് പഠിച്ചത്? 28ഓ? പ്രദീപ്, ഓക്കെ. പ്രദീപേ, നമ്മളിപ്പോ ഇനിയിപ്പോ നമ്മുടെ പ്രേക്ഷകരുടെ വീടുകളിലേക്കുള്ള സന്ദർശനം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം മലപ്പുറം ജില്ലയിലാണ്. നമ്മുടെ ബിപിൻ സി വിജയൻ അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ഈ തിരുവോണക്കാലത്ത് മഹാബലി ചക്രവർത്തി നമ്മുടെ നാട് കാണാൻ എഴുന്നള്ളുന്ന ദിവസം തന്നെ ചില സർപ്രൈസ് ഗിഫ്റ്റുകളുമായി പ്രേക്ഷകരെ തേടി 24ന്റെ വാർത്താ സംഘം വരുന്നുണ്ട്. ആദ്യം മലപ്പുറം ജില്ലയിലാണ് ഈ വാർത്താ സംഘം എത്തുന്ന. മറ്റുള്ള 13 ജില്ലകളിലും ഈ വാർത്താ സംഘം ഉടൻ എത്തിച്ചേരും. ബിപിൻ വിജയൻ, ബിപിൻ ഹാപ്പി ഓണം. ബിപിൻ മലപ്പുറത്ത് ഏത് വീട്ടിലാണ് പള്ളി കയറിയത്? പറയൂ. പട്ടിയുണ്ടോന്ന് ചോദിക്കണേ. ഹാപ്പി ഓണം എസ്കേൻ. ഇപ്പോൾ ഉള്ളത് മേലാറ്റൂരാണ്. മേലാറ്റൂർ രാധാകൃഷ്ണൻ എന്നുള്ള വലിയ എഴുത്തുകാരനാണ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകരായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനും ഒരു ഹാപ്പി തിരുവോണം പറയാനും വേണ്ടി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. മുന്നിൽ തന്നെ തൃക്കാക്കരപ്പനെയൊക്കെ വെച്ചിട്ടുണ്ട്. മാഷേ, ആഹാ, നമസ്കാരം. നമസ്കാരം മാഷേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
24ന്റെ ഒരു സർപ്രൈസ് എൻട്രി ആണ്. പ്രേക്ഷകരെ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. കാണാറുണ്ടോ 24 ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 24 കണ്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു, നമ്മുടെ പ്രോഗ്രാമുകൾ കാണുകയായിരുന്നു. എങ്ങനെയാണ് തിരുവോണൊക്കെ എങ്ങനെയുണ്ട്? തിരുവോണൊക്കെ ഗംഭീരമാണ്. അച്ഛനിതാ രാവിലെ ഓണാഘോഷത്തിന്റെ ഒക്കെ തിരക്കിലാണ്. ഇന്നലെയൊക്കെ വളരെ ഗംഭീരമായിട്ട് എല്ലാ ചാനലുകളും അച്ഛൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ സാറായിട്ട് അച്ഛന് വളരെ അടുത്ത പരിചയമുണ്ട്. പിന്നെ ആകാശവാണിയിലുള്ളപ്പോൾ തന്നെ അച്ഛന് വളരെ പരിചയമുണ്ട്. അതാ SKN വളരെ പരിചയമുള്ള മാഷാണ്. 80കളിലെ ഞാൻ തൃശ്ശൂർ ബ്രോഡ്കാസ്റ്റിന് പോകുന്ന സമയത്ത് അന്ന് പരിചയമുണ്ട്. മാത്രമല്ല ക്ഷീണനാരി ഇവിടെ ഒരു തവണ വീട്ടിൽ വരേണ്ടതുണ്ട്. അവന് വളരെയധികം കാലത്തെ പരിചയമാണ് ക്ഷീണനാരായിട്ടുള്ളത്. വളരെ സന്തോഷം ഇങ്ങനെ ചാനൽ വന്ന് നമ്മളെ അഭിമാനം ചെയ്തതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാ ഓണാശംസകളും നേരുന്നു. എല്ലാവർക്കും ഹാപ്പി തിരുവോണം. ഹാപ്പി ഓണം. പ്രത്യേകിച്ചും 24 ചാനലിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ വകയായിട്ട് ഒരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ഇതാ ക്യൂ സ്പൈസസിന്റെ ഒരു ഗിഫ്റ്റ് 24 നൽകുകയാണ്. ഹാപ്പി ഓണം. പോ ലൈവാണ് SKN. അപ്പോൾ ഇതാ ഈ വീട്ടിൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അവർ വലിയ സന്തോഷത്തിലാണ്. ഓണാഘോഷത്തിന്റെ തിരക്കിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സദ്യയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ടീച്ചറെ? അതെ, ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. SK ബിപിൻ വിജയനാണ് മേലാറ്റൂർ രാധാകൃഷ്ണൻ എന്നുള്ള മാഷിൻ്റെ വീട്ടിലെത്തിയത്. ഒരുപാട് കാലത്തെ ബന്ധമുള്ള മാഷാണ് മേലാറ്റൂർ രാധാകൃഷ്ണൻ. നമ്മൾ മേലാറ്റൂരിലേക്ക് എത്തുന്ന സമയത്ത് ചരിത്രം അമർന്നു കിടക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മേലാറ്റൂരിൽ ബ്രിട്ടീഷ് പടയൊക്കെ ആ വഴി പോയതുമൊക്കെ അങ്ങനെ ഒരുപാട് കഥകൾ വർഷങ്ങൾക്കും അദ്ദേഹം പറയുന്നു. മാഷേ, മേലാറ്റൂർ മാഷേ, അങ്ങയ്ക്ക് ഞങ്ങളുടെ ഓണാശംസകൾ. ഇനി പ്രേക്ഷകർക്കുള്ള മറ്റൊരു സർപ്രൈസിലേക്ക് നമ്മൾ പോവുകയാണ്. മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ പുതിയ സിനിമ കിഷ്കിന്ദ കാണ്ഡം തിയേറ്ററിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ആസിഫ് അലി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആസിഫ് അലിയുടെ വീട്ടിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആസിഫ് അലി, ഹാപ്പി ഓണം, സുപ്രഭാതം. കിഷ്കിന്ദ കാണ്ഡം നന്നായി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിയേറ്ററിലൊക്കെ നല്ല ആൾത്തിരക്കുണ്ടെന്ന് പറയുന്നു. ഓണക്കാലത്ത് ഏറ്റവും വലിയ ഗിഫ്റ്റ് അതല്ലേ? SKN ഹാപ്പി ഓണം. ഭയങ്കര സന്തോഷം ഈ ഓണത്തിന് തിരുവോണ ദിവസം രാവിലെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് എൻ്റെ ഓണാഘോഷങ്ങൾ തുടങ്ങാൻ പറ്റുന്നതിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അതുപോലെ തന്നെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ ഓണം റിലീസിന് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ റിലീസ് സിനിമകൾ എപ്പോഴും എൻ്റെ ജീവിതത്തിന്, ഞാൻ ഒരു പ്രേക്ഷകനായി തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് ഫെസ്റ്റിവൽ സിനിമകൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റിലീസ് ടൈമിംഗ് ആണ്. ഈ ഓണത്തിന് ഇറങ്ങിയ എൻ്റെ ഒരു സിനിമ പ്രേക്ഷകർ എതിരഭിപ്രായമില്ലാതെ ഏറ്റെടുക്കുന്നു എന്നും ഈ സിനിമയെ പറ്റി ആളുകൾ സംസാരിക്കുന്നു എന്നും സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മൾ ഒരു രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ഇല്ലാതെ തന്നെ പ്രേക്ഷകർ മുന്നോട്ട് വന്ന് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നു. ഈ ഓണം സ്പെഷ്യലാണ് SKN. അടിപൊളിയാണ് ഈ ഓണം. ഈ കിഷ്കിന്ദ കാണ്ഡം ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു പേരിടാൻ കാര്യം എന്താണ്? ഈ കാണ്ഡം എന്ന് പറഞ്ഞ പോലെ ഒരു എപ്പിസോഡാണ്. ഒരു വീട്ടിൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ മാത്രം അറിയുന്ന ഒരു രഹസ്യം ഉണ്ടാവും, നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകാത്തൊരു രഹസ്യം. അപ്പോൾ അത്തരത്തിലുള്ളൊരു രഹസ്യമാണ്. ഈ രഹസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഹനുമാനും സുഗ്രീവനും ഒഴികെ ബാക്കി ലോകത്തുള്ള വാനരപ്പട മുഴുവനുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് കിഷ്കിന്ദ കാണ്ഡം എന്ന് പേരിട്ടത്. നമ്മുടെ മനസ്സ് കുരങ്ങന്മാരെ പോലെയാണെന്നാണ് പറയുക. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും, ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് രീതിയിൽ കണക്റ്റഡ് ആയിട്ടാണ് ഈ സിനിമയ്ക്ക് കിഷ്കിന്ദ കാണ്ഡം എന്ന് പേരിട്ടത്. ഇതിൻ്റെ സംവിധായകൻ, അതുപോലെ ഇതിൻ്റെ തിരക്കഥാകൃത്ത്, ഛായാഗ്രാഹകൻ, അവരൊക്കെ ആരാണ്? അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നമുക്ക് മറ്റുള്ള ഒന്ന് രണ്ട് കാര്യം കൂടി ചോദിക്കാം. SKN, ഇത് ഞാൻ ഇതിനു മുന്നേ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമ റിലീസായതിനു ശേഷം, അതായത് OTT-യിലോ ഓൺലൈനിലോ വന്നതിന് ശേഷമാണ് ആ സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായങ്ങൾ വരികയും ആളുകൾ ആ സിനിമയെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തത്. ബേസിൽ അഭിനയിച്ച ഒരു എന്താ പറയുക, ഒരു ഡാൻസ് നമ്പർ, ഒരു സോങ് ഉണ്ട്. ആ സോങ് റിലീസായതിനു ശേഷമാണ് ആ സിനിമയെ പറ്റി ആളുകൾ ശ്രദ്ധിച്ചത്.
ആ സിനിമയുടെ തന്നെ സിനിമറ്റോഗ്രാഫി ഛായാഗ്രഹണം ചെയ്ത ബാഹുൽ രമേശാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും ക്യാമറ ചെയ്തിരിക്കുന്നതും. അപ്പോൾ കക്ഷി അമ്മിണിപ്പിള്ള കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് ശേഷമാണ് SKN ഇവർ ഈ സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ സിനിമ സംഭവിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിജയത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ 5 വർഷം അവർ. ആദ്യത്തെ സിനിമയ്ക്ക് സംഭവിച്ചതുപോലെ മികച്ച അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ ശ്രദ്ധ നേടാതിരിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ വളരെ വാശിയോടുകൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തത്. അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയാണ്. ഒരാൾ പോലും നെഗറ്റീവ് പറയാത്തൊരു സിനിമ എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. മലയാള സിനിമ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു വിജയം സംഭവിക്കുകയും ഓണ ആഘോഷങ്ങളുടെ ഭാഗമായി ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് ഈ സിനിമ കാണാൻ അവരുടെ നമ്പർ 1 ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ആ 2 പേരെ, ബാഹുലിനെയും ഡിഞ്ചിത്തിനെയും, ഇതിൻ്റെ സംവിധായകനെയും ഛായാഗ്രഹകനുമായ തിരക്കഥാകൃത്തിനെയുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്കൊന്ന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയായോ? ഉറപ്പായിട്ടും SKN അത് ഇന്നലെ ഉത്രാടപ്പാച്ചിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസമായിരുന്നു. റിലീസായി ഈ സിനിമയ്ക്ക് അഭിപ്രായം വന്നു തുടങ്ങി. എനിക്ക് ശരിക്കും നമ്മളൊരു നല്ല സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രേക്ഷകരിൽ നിന്നുള്ള വളരെ ജെനുവിനായിട്ടുള്ള റെസ്പോൺസ് നേരിട്ട് അറിയുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയും ഒരുപാട് പ്രേക്ഷകരായിട്ട് നേരിട്ട് കാണുകയും ഈ സിനിമയെ പറ്റിയും സിനിമയിൽ അഭിനയിച്ചതിനെ പറ്റിയും ആളുകൾ പറയുന്നത് നേരിട്ട് കേട്ട് സന്തോഷിച്ച് ഏറ്റവും വലിയ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിനാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയത്, വീട്ടിലാണുള്ളത്. തിരുവോണത്തിന് വീട്ടിൽ ആഘോഷിക്കണം എന്നുള്ളതാണ്. ഇപ്പം 24ൻ്റെ പ്രേക്ഷകരുടെ വീടുകളിലേക്ക് വരെ ഞാൻ എത്തി ഈ സന്തോഷമായിട്ട്. അതല്ലേ SKN ഏറ്റവും വലിയ സന്തോഷം. ഇവിടെ ആസിഫ് അലി, ഇവിടെ ഉണ്ടല്ലോ കുറച്ച് പെൺപുലികളുണ്ട്. അപ്പം അവരുടെ ശബ്ദം കേൾക്കുമ്പം ആസിഫ് അലിയുടെ ചെറുപ്പം ഒന്ന് തിളയ്ക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അവരിൽ ഒരാൾ ഒരു ചോദ്യം ചോദിക്കും. കൃഷ്ണയ്ക്ക് എന്തോ ഇന്നലെ രാത്രി മുഴുവൻ കൃഷ്ണ ആലോചിച്ച് കിടക്കുകയായിരുന്നു. ആസിഫ് അലിയോട് ഒരു ചോദ്യം ചോദിക്കണമല്ലോ, ചോദിച്ചോളൂ. ആസിഫ്, വളരെ സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകുന്നു. ആലോചിച്ചിരുന്ന് ചിരിക്കുകയല്ലേ? അപ്പോൾ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി. കുടുംബത്തോടൊപ്പം ഓണം, നല്ല സിനിമ, മൊത്തത്തിൽ സന്തോഷമുള്ള അവസ്ഥ. മാത്രമല്ല ആസിഫിനെ ജനങ്ങൾ ഈ സിനിമയ്ക്കുപരിയായി ആസിഫിന്റെ നിലപാടുകൾ കൊണ്ടുകൂടെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞങ്ങൾക്കും സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. താങ്ക് യു സോ മച്ച് ക്രിസ്റ്റിന. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണമാണ്. എൻ്റെ മുഖത്തുള്ള സന്തോഷം അതാണ്. ഇപ്പം നമുക്ക് ഞാൻ ചോദിക്കുന്നത് ഭയങ്കര കൂടുതലായി പോവോ ഈ അവസരത്തിൽ ചോദിക്കാവുന്നൊന്നും എനിക്കറിയില്ല. അടുത്ത ഓണത്തിന് ഞങ്ങൾക്ക് SKN ഒരു മാവേലിയുടെ വേഷത്തിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ ഓണത്തിന് നല്ല ചോദ്യമായിരുന്നു. ആസിഫ് അലി, ഇതൊക്കെ ഞങ്ങളുടെ കൂടി ആഗ്രഹമാണ്. പക്ഷെ ഇതുവരെ പുള്ളി മാവേലി വേഷം. ആസിഫ് അലി എന്തായാലും ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം ഇങ്ങനെ ഹിറ്റായി പറയുന്ന ഓണ ദിവസം ഒരു ആവശ്യമില്ലേ? അടുത്ത തിരുവോണ നാളിൽ ഞാൻ മഹാബലിയായി ഇറങ്ങും. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കാണ്. ഞാനും സഹപ്രവർത്തകരായിരുന്നു. എവിടെ അത് ഞങ്ങൾ ഒരു ചാനലിൽ ഒരുമിച്ച് ചോദിക്കൂ. ആസിഫ് അലി, വിജയകുമാർ ഞെട്ടിച്ച് ഞങ്ങളെ കേട്ടോ. ഇവിടത്തെ പ്രധാന പാചകക്കാരനാണ് വിജയകുമാർ. വിജയകുമാർ ഇപ്പോ ആസിഫ് അലി നിങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്, അതിന്റെ ക്ഷീണം ആസിഫ് അലിക്ക് കിട്ടിയിട്ടുണ്ട്. ആസിഫ് അലി, ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു നമ്മൾ ഇന്ത്യ വിഷനിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ സമയങ്ങൾ. അപ്പോൾ 5ാമത്തെ നില, ടുട്ടൂസ് ടവറിന്റെ 5ാമത്തെ നിലയിൽ ബ്യൂറോയുടെ സമീപത്ത് നിങ്ങൾ വരിക, പത്രം വായിച്ചിരിക്കുക, അർച്ചന കവിയും താങ്കളും ഒരുമിച്ച് വരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോകുന്നു. അവിടെ നമ്മൾ ആ കാലമൊക്കെ ഞാനിങ്ങനെ നിങ്ങൾ എത്ര വലിയ എന്താണ് നിങ്ങളുടെ സിനിമകൾ വിജയിക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ കാണാറുണ്ട്. എങ്കിൽ പോലും ഞാൻ ആ നല്ല കാലം, താങ്കൾ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന കാലം ഓർക്കുകയായിരുന്നു. വിജയകുമാർ ഇതിനിടയ്ക്ക് പറഞ്ഞു വെക്കുന്നത് ആസിഫ് അലിയുടെ പ്രായമുള്ളൂ വിജയകുമാറിനും കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് മാവേലിയെ ചവിട്ടിത്താത്തി ഒരു വാമനന്റെ വലിപ്പമുള്ള ആളാണ് വിജയേട്ടൻ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയാതെ തന്നെ SKN മനസ്സിലാവും, അല്ലെങ്കിൽ 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും അറിയാമെന്ന് തോന്നുന്നു. അദ്ദേഹം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചാനലിൽ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഫേർട്ട് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു വാമനന്റെ വലിപ്പത്തിൽ നിന്നൊരു മാവേലിയെ ചവിട്ടി താത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് SKN. അപ്പോൾ വളരെ സൂക്ഷിക്കുക ഈ ഓണത്തിൽ.
അതൊരു വല്ലാത്ത ചെയ്തായി പോയി. ആസിഫ് അലി, നമുക്കിനിയിപ്പോൾ ഒരു ചെറിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്തു തരാനുണ്ട്. നമ്മൾ ഇന്നു മുതലേ ഇടതടവില്ലാതെ ബ്രേക്കില്ലാതെ ഫ്ലവേഴ്സ് TV യൂട്യൂബിൽ നമ്മൾ ലൈവായി കാണിച്ചു തുടങ്ങുകയാണ്. അതൊരു പേ ചാനലായിട്ട് തന്നെയാണ് പോകുന്നത്. യൂട്യൂബ് ഫ്ലവേഴ്സ് ഒരു പേ TV ആണ്. അപ്പോൾ ഇത് ഒരുപക്ഷേ ഒരുപാട് കാലമായി നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാര്യം കേബിളുകളും സാറ്റലൈറ്റുകളും ചെന്നെത്തിയിട്ടില്ലാത്ത കുറേ പ്രദേശങ്ങളിൽ ഇപ്പോഴും മലയാളികളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രൂണയല്ല, ടാൻസാനിയ അല്ല, മറ്റു ചില ഓണംകേറ മൂലകളിലൊക്കെ തന്നെ യൂട്യൂബ് വഴി ഇനി ഫ്ലവേഴ്സ് TV കിട്ടി തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ കിഷ്കിന്ദ കാണ്ഡമൊക്കെ വിജയിച്ച് നിൽക്കുന്ന ഈ വേളയിൽ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാത്ത ഈ ഘട്ടത്തിൽ താങ്കൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു, ഫ്ലവേഴ്സ് TVയുടെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അനന്തര കർമ്മങ്ങൾ ഇവിടെ നടക്കും. അതോടൊപ്പം താങ്കൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്കളോട് ആ പ്രോമിസ് ഒരിക്കൽ കൂടി പറയുന്നു, അടുത്ത തിരുവോണത്തിന് ഞാൻ മഹാബലിയാകും. ഉറപ്പാണല്ലേ? അതുറപ്പാണ്. ഓണാശംസകൾ. അപ്പോൾ SKN ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഫ്ലവേഴ്സ് TVയുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ്, ന്യൂസ് 24 100 ന്യൂസോടുകൂടിയാണ് എൻ്റെ ഒരു ദിവസം എപ്പോഴും തുടങ്ങുന്നത്. അപ്പോൾ അത് ഞാൻ അധികവും യൂട്യൂബിൽ തന്നെയാണ് അത് കാണുന്നത് ലൈവായിട്ട്. അപ്പം ഫ്ലവേഴ്സ് ചാനലും ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തെവിടെയുള്ള മലയാളികൾക്കും ഒരു എന്താ പറയുക, ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആക്സസബിളായ യൂട്യൂബിലൂടെ ഇനി കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു വലിയ കടമ എന്നെ ഏൽപ്പിച്ച 24 ന്യൂസിന് ഒരുപാട് നന്ദി. മലയാളി പ്രേക്ഷകരായിട്ട് ഏറ്റവും കൂടുതൽ, ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് ഇനി ഇടപഴകാൻ പറ്റട്ടെ, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇടപഴകാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം, തിരുവോണാശംസകൾ ആസിഫ് അലിക്ക് നേരുന്നു. ആസിഫ് അലി, വളരെ അല്ലേ നമുക്കിടയിൽ ജീവിക്കുന്ന ഒരാൾ, മലയാളത്തിലെ വലിയ സ്ക്രീനിൽ വിജയകുമാറിൻ്റെയൊക്കെ അല്ലെ സഹപ്രവർത്തകനായിരുന്ന ഒരാൾ കത്തി പടരുന്നു. അപ്പോൾ പടരട്ടെ. ഈ ഓണക്കാലത്തും ഓണം കഴിഞ്ഞാലും ഈ കിഷ്കിന്ദ കാണ്ഡം വലിയ വിജയമാക്കാൻ പ്രേക്ഷകർ എത്തിക്കുക. ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ യൂട്യൂബ് ചാനൽ, ഫ്ലവേഴ്സ് TV ലൈവായി വരുന്ന ഈ യൂട്യൂബ് ചാനൽ, ഫ്ലവേഴ്സ് അറിയാം ഒരു കാഴ്ച വസ്തുതമായി മലയാളികൾക്കിടയിൽ വന്ന ചാനലാണ്. അത് യൂട്യൂബിൽ നിരന്തരമായി കാണുന്നു. ഫ്ലവേഴ്സ് പ്രൈം മെമ്പർഷിപ്പ് എടുക്കാൻ ഫ്ലവേഴ്സിൻ്റെ അത് പേ ചാനലാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഫ്ലവേഴ്സിൽ ഒരു മാസം 30 രൂപ അടച്ചാൽ മാത്രമേ ഈ പ്രൈം മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടൂ. ഫ്ലവേഴ്സ് TVയുടെ പ്രോഗ്രാം കൂടാതെ മറ്റു പരിപാടികളും ചെറിയൊരു OTT പോലെയായിരിക്കും. മറ്റുള്ള പരിപാടികളും ഒക്കെ തന്നെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാൻ നിങ്ങൾ ഫ്ലവേഴ്സിൻ്റെ കോമഡി ചാനൽ, നിങ്ങൾക്കറിയാം ഏതാണ്ട് 1,70,00,000 സബ്സ്ക്രിപ്ഷനുള്ള ചാനലാണ് യൂട്യൂബിൽ ഫ്ലവേഴ്സ് കോമഡി. ഇത് ഫ്ലവേഴ്സ് കോമഡി സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് TV ലൈവായിട്ട് കാണാം. അത് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ജോയിൻ എന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള വിൻഡോ വരും. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. പ്രതിമാസം 29 രൂപയാണ് ചാർജ് ചെയ്യുക. ഇതുവഴി ഫ്ലവേഴ്സിൻ്റെ എല്ലാ പ്രോഗ്രാമും മറ്റുള്ള പ്രൊഡക്ഷനുകളും ഫ്ലവേഴ്സ് പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും ലൈവായിട്ട് കാണാൻ കഴിയും. മാത്രവുമല്ല, നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ കൂടി ഈ പരിപാടിയിൽ നമ്മൾ ഉൾപ്പെടുത്തും. സ്വന്തം പേഴ്സണൽ അക്കൗണ്ട് വഴി മാത്രമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുക. മെമ്പർഷിപ്പ് എടുത്തവർക്കുള്ള എക്സ്ക്ലൂസീവ് വീഡിയോസ്, തത്സമയ സ്ട്രീമുകൾ, ഏറ്റവും പുതിയ പ്രോഗ്രാമുകൾ ആദ്യം തന്നെ അംഗങ്ങൾക്ക് ലഭിക്കുന്നു. ഒപ്പം ഷോർട്സുകളും പ്രത്യേകം വീഡിയോസും, ഒരുപാട് പുതുമകളും ക്വാളിറ്റിയുള്ള, നിങ്ങൾ കൊടുക്കുന്ന പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഉന്നത നിലവാരമുള്ള പരിപാടികളായിരിക്കും ഫ്ലവേഴ്സ് TVയുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലവേഴ്സിൽ മോഹൻലാൽ വരികയാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4ൻ്റെ സമാപനം സംബന്ധിച്ച് അതൊരു ആഘോഷമാക്കാൻ മോഹൻലാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു. ഈ പരിപാടിയൊക്കെ നിങ്ങൾക്ക് തത്സമയം യൂട്യൂബിൽ ഈ ഫ്ലവേഴ്സ് കോമഡിയിലെത്തിയാൽ ഫ്ലവേഴ്സ് TV ലൈവായി കാണിക്കുന്ന ചാനൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ അല്പം കൂടി ഞാൻ കാണിച്ചു തരാം. പ്ലീസ് പ്ലേ. നിങ്ങൾക്ക് അതിലേക്ക് വരും. ഫ്ലവേഴ്സ് കോമഡിയാണ് ആദ്യം നോക്കേണ്ടത്. യൂട്യൂബിൽ 1,60,00,000 പ്രേക്ഷകർ യൂട്യൂബിലുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് TV ലൈവായിട്ട് കാണിക്കാം. അതിൻ്റെ വിശദാംശങ്ങളാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ എന്തായാലും ക്വാളിറ്റിയുള്ള, നിലവാരമുള്ള പരിപാടികളായിരിക്കും ഫ്ലവേഴ്സ് TVയിൽ ലൈവായിട്ട് യൂട്യൂബിൽ വരിക. ഇനി നമുക്ക് ഈ ഓണക്കാലത്ത് നമുക്കൊരു പക്ഷേ ഫ്ലവേഴ്സും 24 ഒക്കെ തന്നെ
ഒരുപാട് പ്രേക്ഷകർക്ക് ആവേശം നൽകി മുന്നോട്ട് പോകുന്നെങ്കിൽ, വയനാടിനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മുടെ ഡയറക്ടർ ബോർഡ് കൂടെയുണ്ട്. ഇപ്പോൾ നമുക്കെപ്പോഴും നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ഗോപാലേട്ടൻ തിരുവോണം ആഘോഷിക്കാൻ ചെന്നൈയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഗോപാലേട്ടൻ തത്സമയം ചേരുകയാണ് ഈ സന്തോഷ ദിനത്തിൽ. ഗോപാലേട്ട, ഹാപ്പി ഓണം, തിരുവോണ ആശംസകൾ. ഗോപാലേട്ട, നമ്മുടെ മലയാളികളെല്ലാം ഗോപാലേട്ടനെ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ആശംസ നേരണം ഗോപാലേട്ട ആദ്യം, അത് കഴിഞ്ഞ് ഗോപാലേട്ടൻ്റെ ഓണസങ്കല്പം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ. കാരണം ഇതൊരു സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒരു ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ആചാരം മാത്രമായിരിക്കരുത്, അത് പ്രാക്ടിക്കലാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്നേഹവും സമത്വവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മളിന്ന് ഓണം ആഘോഷിക്കുമ്പോൾ ഒരു മഹാബലിയെ മനസ്സിലോർത്തുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. മഹാബലി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ഇപ്പം ഭരണാധികാരിയെ ഓർത്തുകൊണ്ട്, എന്തുകൊണ്ട് ഭരണാധികാരിയെ ഓർക്കുന്നു എന്ന് വെച്ചാൽ, അത് ജനങ്ങളെ മുഴുവനും ഒന്നുപോലെ കണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സംസ്കാരം അന്നുണ്ടായിരുന്നു. ആർക്കും വലിപ്പം ചെറുപ്പം ഇല്ലാതെ എല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് മനസ്സിലാക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുക. ഇങ്ങനെയുള്ള മനസ്സിൽ നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ ദൈവമായി മാറുന്ന നമ്മളെ ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ നമുക്ക് 100 വിഷമങ്ങളുണ്ട്, അത് ശരി. ഇപ്പോൾ 10-600 പേരുകൾ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാൾ പോയാൽ നമുക്ക് എത്ര വേദന ഉണ്ടാകും. 600 പേര് പോയ ആ വേദനയെ കൂടി നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. അവരെ ഓർത്തുകൊണ്ട്, അല്ല അവരുടെ ആത്മാവിന് ശാന്തി നൽകിക്കൊണ്ട് നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. ആ ആഘോഷിക്കുന്ന സമയത്ത് ഒരു ഭരണാധികാരിൻ്റെ പേര് നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചു എന്നുള്ളത്. അതിപ്പോൾ സ്റ്റേറ്റ് ഭരിക്കണം അല്ലെങ്കിൽ ഇന്ത്യ കൺട്രി ഭരിക്കണമെന്നൊന്നുമില്ല. ഓരോ സ്ഥാപനത്തിലും ഓരോ ലീഡേഴ്സ് ഉണ്ട്. അവരുടെ അനുയായികളെ, അവരെ കൂടെ ജോലി ചെയ്യുന്നവരെ ഏറ്റവും സന്തോഷകരമായി വെക്കുക എന്നാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സങ്കല്പം. കാരണം ഏതാളും അവർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരെ സന്തോഷത്തോടെ, അല്ലെ അവരെ സമത്വമായി കണ്ട് അവരുടെ കഴിവിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ആശയം കൂടി നമുക്കിതിലുണ്ട് എന്ന് നമ്മൾ കാണണം. പിന്നെ ജാതി മതം എല്ലാം ലോകത്തിലുണ്ട്, അതൊക്കെ. പക്ഷേ എങ്കിൽ അതിൻ്റെ അതീതമായി മനുഷ്യനായി കാണുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് പല സ്ഥലത്തും കാണാം, രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ അങ്ങോട്ടും അടിക്കുന്ന ഒരു കൾച്ചർ നമുക്ക് കാണാം. അത് കഴിയുന്നതും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്നേഹത്തിൻ്റെ കുറവാണ്. ഒരു മനുഷ്യനെയും അങ്ങോട്ടും സ്നേഹിക്കുക എന്ന ഒരു സങ്കല്പം നമുക്കുണ്ടായിരിക്കണം. സ്നേഹമാണ് ഏറ്റവും അതിപ്രധാനമായ ഒന്ന്. നിങ്ങൾ എല്ലാ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, എല്ലാ ജീവിതത്തിൻ്റെ സുഖത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കാനാണ് ഈ ഓണത്തിന് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ഗോപാലേട്ട. ഒരുപക്ഷെ ഈ ഓണക്കാലം ഗോപാലേട്ടന് കൂടുതൽ ദിശാബോധം നൽകുന്ന ഒരു സാഹചര്യമാകട്ടെ. ഗോപാലേട്ടനും കുടുംബത്തിനും എല്ലാവിധമായ ആശംസകളും നമ്മൾ നേരുന്നു. ഒരുപക്ഷെ ഈ തിരുവോണം ദിനം അങ്ങയുടെ ജീവിതത്തിലെ മറ്റൊരു ഏറ്റവും നല്ല അനുഭവം സമ്മാനിക്കുന്ന ദിവസമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി, ഞങ്ങളെല്ലാവരും 24 എല്ലാ അവതാരകരുടെ ഉണ്ട്, അവരെല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു ഗോപാലേട്ട. ഒരിക്കൽ കൂടി തിരുവോണ ദിന ആശംസകൾ. താങ്ക് യു. ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ അയ്യ, കലാകാരനല്ലെങ്കിലും ഞാനൊരു കലാകാരനല്ലെങ്കിലും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല മനസ്സ് എനിക്കുണ്ട്. ആ കലാകാരന്മാരെ എല്ലാ ആശംസകളും ഞാൻ കൊടുക്കുകയാണ്. കാരണം ഇന്ന് മോഹൻലാൽ ഇവിടെ വരുന്നുണ്ട്. ഇന്ന് കുട്ടികളുടെ ടോപ്പ് സിംഗറാണ്. ഇന്ന് ഏറ്റവും വലിയ ഫ്ലവേഴ്സിന് ഏറ്റവും ഭംഗി കൂട്ടിയ ഒരു പരിപാടി. ആ പരിപാടിയിൽ മോഹൻലാൽ വരുന്നുണ്ട്. എല്ലാവരും അതിന് ആ കുട്ടികളുടെ കഴിവ്, എല്ലാ കുട്ടികൾക്കും നമ്മൾ പ്രൈസ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ അവരെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. അപ്പോൾ അതിനൊരു അവസരമാണ് നമ്മുടെ ഫ്ലവേഴ്സിൽ കൂടി ചെയ്യുന്നത്.
കാരണം നമുക്ക് ലോകത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെറിയ കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക എന്നതാണ് നമ്മൾക്ക് ചെയ്യേണ്ട ഒരൊറ്റ ഗുണം, ഒരു മനുഷ്യൻ്റെ ഗുണം. ഞാൻ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. താങ്ക് യു ഗോപാലേട്ടൻ. ഗോപാലേട്ടൻ പറഞ്ഞ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് മോഹൻലാൽ അതിഥിയായിട്ട് എത്തുന്നത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ സീസൺ 4 ഫ്ലവേഴ്സ് TV-യിലാണ്. 12 മണിക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 ഗ്രാൻഡ് ഫിനാലെ ആരംഭിക്കുകയാണ്. അന്തിമ പോരാട്ടം, കുട്ടി പ്രതിഭകളുടെ അന്തിമ പോരാട്ടത്തിന് മുഖ്യ സാക്ഷിയായിട്ട് എത്തുന്നത് മോഹൻലാലാണ്. ഗോകുലും ഗോപാലേട്ടനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഹിബൂസ് പറയുന്നൊരു കാര്യം, ഫുൾ ടീം ഇന്ന് SKN ചുറ്റും സുന്ദരിമാരും സുന്ദരികളും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം ഞങ്ങളെ ആവശ്യമില്ല, ഈ ദിനവും കടന്നു പോകും, നാളെ മുതൽ ഞങ്ങളെ കൂടെ കൊണ്ടു കിടക്കണം. ഇപ്പോൾ നമ്മൾ വിട്ടിട്ടില്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാ ഈ പരിപാടി കണ്ടുപിടിക്കുന്ന എല്ലാ പ്രേക്ഷകരും സുന്ദരികളും സുന്ദരന്മാരും നമ്മൾ ഒന്നിച്ചുള്ള ഒരു കുടുംബ യാത്രയാണ് 24 ഫ്ലവേഴ്സ്, നമുക്കറിയാം. അപ്പോൾ ഇവിടെ താങ്കളുടെ ഈ ഡ്രസ്സിനെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഏതാ വസ്ത്രം? അല്ല, ഈ വസ്ത്രം ഒരു രാജാവിന്റെ വസ്ത്രം പോലെ എനിക്ക് തോന്നിയതേ പ്രദീപേ, ഇതിന് ഇത്തിരി കൂടി ഇറക്കം ഉണ്ടായിരുന്നെങ്കിൽ ഈ മുണ്ടിന്റെ ആവശ്യമില്ലായിരുന്നു. അതാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ വലിയ മാലയൊക്കെ ഇട്ടിട്ട് വന്നു, കുറച്ച് ഓവർ ആയാലും എല്ലാരും ശ്രദ്ധിക്കോളൂ എന്ന് വെച്ചിട്ട്. അപ്പൊ എന്നെക്കാളും ഓവറായിട്ട് നിൽക്കുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഭംഗിയിട്ടാണ്. അസൂയുണ്ട് കേട്ടോ. തൃശ്ശൂരിൽ ജനിച്ചതിൽ താൻ അഭിമാനം കൊള്ളണം. കാര്യം ആ തൃശ്ശൂർ ഭാഷ കൊണ്ട് രക്ഷപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. ഇന്നസെന്റ് ചേട്ടൻ, അതിലൊരാള് താങ്കളുവാ. TG രവിയുണ്ട്. അതെ, രക്ഷപ്പെട്ടോ? ഇപ്പൊ TG രവിയുണ്ട്. VS അച്യുതാനന്ദനെയൊക്കെ BP കാണാൻ പോകുമ്പോഴേ BP ആവശ്യമില്ലാത്ത ചോദ്യം പത്രത്തിന് വേണ്ടി ചോദിക്കുമ്പോഴേ VS ഒരു വിളി വിളിക്കുന്നത് PP. നൃത്തമാണ്. അർജുന നൃത്തമാണ് നമ്മൾ കണ്ടത്. അർജുന നൃത്തം നമ്മുടെ ഭഗവതി ക്ഷേത്രങ്ങളിലെ ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ ഈ നൃത്തമുണ്ട്. ഈ ഭീമൻ അവിയൽ കണ്ടുപിടിച്ചല്ലോ വല്ല കഥയും. അതുപോലെ ചില കഥകളൊക്കെ ഈ മഹാഭാരത കഥയുമൊക്കെ ബന്ധപ്പെട്ട കഥകളൊക്കെ തന്നെയാണ് നൃത്തത്തിന്റെയും ഭാഗമാവുക. അപ്പോൾ ഇത്തരം കലാരൂപങ്ങളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെയുള്ള ഒരു വേദി കൂടിയാണ് നമ്മളുടെ ഇത്തരം ആഘോഷങ്ങൾ എന്നുകൂടി നമ്മൾ സാന്ദർഭികമായി അങ്ങ് പറയുന്നു. വിജയ, എനിക്ക് ഈ പെൺകുട്ടികൾ നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിലൊന്നും നടക്കണമെന്ന് തോന്നുന്നു. ഒരു ഇത് ഓക്കെ. അപ്പൊ വിജയനെ നടപ്പ് എങ്ങനെയാ? വിജയന്റെ ഒന്ന് വന്നേ വിജയനെ നടന്നേ, പെൺകുട്ടി നടക്കുന്ന പോലെ ഇത് മുടന്തി നടക്കുന്ന പോലെ എങ്ങനെ നടന്നാലും ഇങ്ങനെ വരത്തുള്ള അങ്ങനെ. ഇത് ദുർനടപ്പാ. ഓക്കെ, വിജയന്റെ മസിൽ പോകാൻ വേണ്ടി ഞാൻ ഇറക്കിയതാ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് നടക്കാം. മലയാള ടെലിവിഷനിൽ ഏറ്റവും നല്ല കൊമേഡിയൻ ആയിക്കൊണ്ടിരിക്കുക ഞാനല്ലേ. അത് വലിയ വാർത്ത തന്നെ മാറ്റരുത് കേട്ടോ.
നാളെ തൊട്ട് ഫ്ലവേഴ്സിലാ ഡ്യൂട്ടി എന്ന് പറയരുത്. നാളെ അവര് ഫ്ലവേഴ്സിലെ കോമഡി ഷോയില് ഇന്നലെ വിജയകുമാർ റിപ്പോർട്ടിങ്ങിന് പോയി തൃക്കാക്കര അമ്പലത്തിലെ. അപ്പൊ ഒരാളൊരു ഓണം ബമ്പർ ലോട്ടറി പിടിപ്പിച്ചിട്ടുണ്ട്. വലിയ കഥയാ. തന്നെ പറയുന്നതാ നല്ലത്. അതാണ് മറ്റേ ഡയലോഗ്, വേലക്കാരോട് അങ്ങനെ എന്തൊക്കെയോ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാളൊരു ലോട്ടറി എന്റെ അടുത്ത് കൊണ്ട് ഞാൻ വാങ്ങാതെ ഇരിക്കുകയായിരുന്നു. അപ്പം 500 രൂപയാണല്ലോ എസ്കേൻ. 500 റുപ്പീസാ ബോണസ് ഒക്കെ കിട്ടിയെങ്കിലും അപ്പൊ ഞാനത് വാങ്ങാതിരിക്കായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ നിർബന്ധിച്ച് അത് എന്റെ കൈ തന്നു. ഞാനത് അടിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാശ് കൊടുത്തിട്ടില്ല. അടിക്കും വിജയ. അതല്ലേ വിജയനല്ല. സാറിനെ വന്ന് വെല്ലുവിളിക്കായിരിക്കും. അല്ല അത് മാത്രമല്ല, ഈ വിജയൻ ലോട്ടറി അടിച്ചാലേ എന്നോട് പറഞ്ഞ ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. എങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്നും എങ്ങനെയാണ് അവിടെ തൊഴിലാളികളുമായിട്ട് സഹകരിക്കേണ്ടതെന്നും അവർ എങ്ങനെ ജോലിക്കണം തന്നെ ഇങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞു. സാറിന്റെ ചങ്ങാത്ത മുതലാളിത്തമാണല്ലോ. സാർ വളരെ ചങ്ങാതികളെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തി. ഇതുപോലെ കേട്ടോ ജെയിംസേ, കൃഷ്ണ ഒരു എക്കണോമിസ്റ്റ് ആണല്ലോ. കൃഷ്ണ ഒരു ടേം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് ചെങ്ങാത്ത മുതലാളിത്തം. ഹൃദയത്തോട് ചേർത്ത് കുട്ടികള് പരീക്ഷ എഴുതുമ്പോൾ ഡിഫൈൻ ചെങ്ങാത്ത മുതലാളിത്തം. ചെങ്ങാത്ത മുതലാളിത്തം ഈസ് എ ന്യൂ ട്രെൻഡ് ഇൻ ഇൻഡസ്ട്രി വെയർബൈ ശ്രീകണ്ഠൻ നായർ. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ചെങ്ങാത്ത മുതലാളിത്തം നമ്മളത് എന്ത് പറഞ്ഞാലും ഞാൻ ടീച്ചർ എന്നാ കൃഷ്ണനെ വിളിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോ എല്ലാരും അങ്ങനെ വിളിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ വിജയ് അതിന്റെ ഇടയ്ക്ക് കൃഷ്ണ ഓർക്കാൻ ഒരു കാര്യം ഉണ്ടായി. നമ്മുടെ പ്രസീത ചാലക്കുടി ഫ്ലവേഴ്സ് ഒരു കൂടി വിത്ത് കോമഡിയിൽ വന്നായിരുന്നു. അപ്പൊ ഈ പ്രസീത ചാലക്കുടിയിൽ ഏത് പാട്ട് കൊടുത്താലും അവര് നാടൻ പാട്ടായിട്ട് ആകും. തുടങ്ങുമ്പോൾ 1000 പാദസരങ്ങൾ കിലിങ്ങി എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ എന്നുള്ള സ്റ്റൈലാവൂല. അത് ഞാൻ പറയാം, എപ്പോഴെങ്കിലും തിരിച്ചു പാടാൻ പാടാന്ന് പറ്റത്തില്ല പറഞ്ഞ പോലെയാണ് കൃഷ്ണയുടെ കാര്യം. എങ്ങനെ വന്നാലും പഠിപ്പിക്കും. വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉക്രൈൻ സംഭവം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ഉക്രൈൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് എന്താ പറയുക, അധികകാലം ആ മേഖലയിൽ തുടരാൻ പറ്റാത്തത് പിള്ളേര് പറഞ്ഞ് ഇങ്ങനെയാണ് അവർ പള്ളിക്കൂടത്തിൽ പോകുന്നില്ല എന്ന് തീരുമാനം എടുത്തു. വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞത് ഞാൻ ഈ പോകുന്നത്, പിന്നെ തിരിച്ചെനിക്ക് ആ കുത്തൊക്കെ കേട്ടണം. അല്ലെ, എനിക്ക് മിനിസ്റ്റർ ശിവൻകുട്ടിക്ക് ഒരു മുന്നറിയിപ്പ്, മലയാള വിദ്യാഭ്യാസ മേഖലയെ കുത്തിക്കെട്ടാൻ ഒരാൾ അല്ലേ, മന്ത്രി ജാഗ്രതയായിട്ടിരിക്കുക അല്ലേ. ഓക്കെ വിജയകുമാർ, അപ്പൊ നമ്മുടെ ചെയർമാൻ സ്ഥലത്ത് നമ്മുടെ ചെയർമാൻ ഓണാശംസകളുമായി ശ്രീ ആലിംഗൽ മുഹമ്മദ്. അദ്ദേഹം നിങ്ങൾക്കറിയുന്ന പോലെ ജിദ്ദയിലാണ് അദ്ദേഹത്തിന്റെ അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ എല്ലാമായ അത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഒക്കെ തന്നെയാണ് അദ്ദേഹം. ഒരുപാട് കാലമായി അദ്ദേഹം നമ്മുടെ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു. ഓവർ ടു ശ്രീ ആലിംഗൽ മുഹമ്മദ്. കള്ളവും ചതിയുമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നായി കഴിയുന്ന ഒരു കാലം, അതാണ് നമ്മുടെ എല്ലാം സ്വപ്നവും ഓണം നൽകുന്ന സന്ദേശവും. ജാതിമത വേർതിരിവുകൾക്കതീതമായി മനസ്സുകൊണ്ട് എല്ലാവരും ഒരുമിക്കുന്ന ഘട്ടമാണ് ഓണം. 24-ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. താങ്ക് യു ശ്രീ ആലിംഗൽ മുഹമ്മദ്. 24-ൻ്റെ ചെയർമാനാണ് ആലിംഗൽ മുഹമ്മദ്. രമേഷ് വി നമ്പ്യാർ പറഞ്ഞ എല്ലാവർക്കും ഓണാശംസകൾ. യൂട്യൂബിലെ സന്ദേശമാണ്, പുലികൾ സൂപ്പറാണ് എസ്കെ. നമ്മുടെ പുതിയ ചാനൽ എപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ആസിഫ് അലി ലോഞ്ച് ചെയ്തല്ലേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഫ്ലവേഴ്സ് കോമഡി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഫ്ലവേഴ്സിൻ്റെ ലൈവ് TV നിങ്ങൾക്ക് കാണാം. അപ്പോൾ മറക്കണ്ട, 12 മണി മുതലാണ് ഫുള്ളായി കാണാൻ പറ്റുക. 12 മണിക്ക് യൂട്യൂബ് ചാനലും വരും, അതിൻ്റെ കൂടെ മോഹൻലാലും വരും. അപ്പോൾ മോഹൻലാൽ വരികയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ദേവിക ദേവി ചോദിക്കുന്ന എല്ലാവരും ചായ കഴിച്ചോ? എവിടെ അല്ലേ വിജയ? ദേവിക ദേവി, താങ്കൾ നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു ചായ എടുത്ത് കുടിക്കൂ, എന്നിട്ട് തൊട്ട അയൽവാസിയെ വിളിച്ചുണർത്തി ഒരു ഹാപ്പി ഓണം പറഞ്ഞേക്കൂ, അവർ എഴുന്നേറ്റില്ലെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ തൃശ്ശൂരിലേക്കൊന്ന് പോകണം. നമ്മുടെ പ്രേക്ഷകരെ തേടിയുള്ള 24 വാർത്താ സംഘത്തിൻ്റെ യാത്ര തുടരുകയാണ്. ഓണക്കാലത്ത് മഹാബലി തിരുമേനി എഴുന്നള്ളുമ്പോൾ വാർത്താ സംഘം എൻ്റെ പിന്നാലെ എഴുന്നള്ളുന്നു, ചെറിയൊരു ഗിഫ്റ്റും അതോടൊപ്പം വലിയൊരു ഓണാശംസയുമായിട്ട്. ഓവർ ടു സൂരജ് സജി. സൂരജ് സജി, സൂരജ് സജി, എനിക്കൊന്ന് സൂരജ് സജി വീട്ടിലെത്തിയിട്ടുണ്ട്, കുമ്മാട്ടികളിയാണെന്ന്. സൂരജ് പറഞ്ഞു ഹാപ്പി ഓണം. അത് തന്നെയാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് കുമ്മാട്ടിക്കളിയും പുലിക്കളിയും ഒക്കെയാണ് പ്രധാനം. നമ്മളിപ്പോൾ ഉള്ളത് ഊരകത്താണ്. അതും ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഊരകം ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. ഈ പർപ്പിടക പുല്ലണിഞ്ഞ് പൊയ്മുഖം ധരിച്ചെത്തുന്ന കുമ്മാട്ടികൾ അങ്ങനെ തൃശ്ശൂരിന്റെ ഗ്രാമവീഥികളെ കീഴടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ആ കുമ്മാട്ടികൾ ഇന്നലെ മുതൽ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഉത്രാട ദിനത്തിൽ വിവിധ ദേശങ്ങളിലേക്ക് കുമ്മാട്ടികൾ ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഊരകത്താണ്.
ഊരകത്തെ കുമ്മാട്ടികൾ ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ്. നമുക്ക് അവരുടെ ആ കുമ്മാട്ടിക്കളി ഒന്ന് കണ്ടിട്ട് വിശേഷങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ശിവന്റെ ഭൂതഗണങ്ങൾ എന്നുള്ളതാണ് ഈ കുമ്മാട്ടികൾ അറിയപ്പെടുന്നത്. ചേട്ടാ, ഇതിന്റെ ഒരു ഐതിഹ്യമൊക്കെ എങ്ങനെയാണ്? കുമ്മാട്ടികൾ എന്ന് പറയുന്നത് ശിവന്റെ ഭൂതങ്ങളാണ്. അർജുനന് പാശുപതാസ്ത്രം നൽകാനെത്തിയ ശിവൻ കിരാതന്റെ വേഷം അണിഞ്ഞ് എത്തി എന്നുള്ളതാണ് വിശ്വാസം. ആ ഒരു സമയത്ത് ഇവർ തമ്മിലുള്ള മത്സരത്തിന് ശേഷം പാശുപതാസ്ത്രം നൽകുന്ന സമയത്ത് ശിവന്റെ ഭൂതഗണങ്ങൾ ആനന്ദ നൃത്തമാടി എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ കുമ്മാട്ടിയായിട്ട് കണക്കാക്കുന്നത്. ഊരകത്തെ കുമ്മാട്ടിക്ക് ഏകദേശം 100 വർഷത്തിനധികം പഴക്കമുണ്ട്. നാലോണ നാളിലാണ് ഊരകം വീതികളിൽ കുമ്മാട്ടി നടന്നു വരുന്നത്. എന്തായാലും അങ്ങനെ തന്നെയാണ് എസ്കേൻ. എന്തായാലും ഈ തൃശ്ശൂരിന്റെ വീതികളെ സംബന്ധിച്ച് കുമ്മാട്ടികൾ ഇറങ്ങി തുടങ്ങി. ഇനി നാലോണ നാളിൽ പുലികൾ കൂടി തൃശ്ശൂരിന്റെ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ഈ ഓണാഘോഷങ്ങൾക്ക് കൂടി സമാപനമാകും. വലിയ ആവേശം അത് തൃശ്ശൂരിലുമുണ്ട് എസ്കേൻ. ഓക്കെ, താങ്ക് യു സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇനി നമുക്കൊരു ചെറിയ ഇടവേള പോകണം. പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ച് ഈ തിരുവോണം ആഘോഷിക്കുകയാണ്. നല്ലൊരു കാലത്തിൻ്റെ ഓർമ്മ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഗൃഹാതുരമായ നിമിഷങ്ങൾക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം ചെയ്യും. ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. പൊന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. ഉത്തരാകോസല എന്നുള്ള അയോധ്യയിൽ ഉത്തമനായ ദശരഥന്റെ. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. ഉത്തരാകോസല എന്നുള്ള അയോധ്യയിൽ ഉത്തമനായ ദശരഥന്റെ. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. ശ്രീരാമദേവനും ഭാര്യയാം സീതയും സൗമിത്രി തനയനാം ലക്ഷ്മണനും. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. ശ്രീരാമദേവനും ഭാര്യയാം സീതയും സൗമിത്രി തനയനാം ലക്ഷ്മണനും. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. 3 പേർ കൂടിയിട്ടു കാനനെ പൂക്കിതു കോദണ്ഡധാരിയായുള്ള രാമൻ. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. 3 പേർ കൂടിയിട്ടു കാനനെ പൂക്കിതു കോദണ്ഡധാരിയായുള്ള രാമൻ. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. ചിത്രകൂടം തന്നിൽ വാഴുന്ന കാലത്ത് ഉണ്ടായ സംഭവം ചൊല്ലിടാം ഞാൻ. എന്നംബികേ ദേവി പൊന്നംബികേ ദേവി പൊന്മണിമാരിനെ കൈതൊഴുന്നേ. ചിത്രകൂടം. താങ്ക് യു കുമ്മാട്ടി. ഓക്കെ ഗോപി, ഞാൻ ഈ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് പിന്നിലോട്ട് വന്നാൽ ഞങ്ങൾ മുന്നോട്ട് കയറാം. ഓക്കെ, നമ്മളൊക്കെ ഒന്നിച്ചു പോകേണ്ടവരല്ലേ? ഓക്കെ, റെഡി. താങ്ക് യു. ഈ കുമ്മാട്ടിക്കളി കളിച്ചിട്ടുണ്ട് നമ്മുടെ യു പ്രദീപ് തൃശ്ശൂര്. കളിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഏത് കളിയും കളിച്ചപ്പോ കുമ്മാട്ടിക്കളി ആയി പോയതാണല്ലേ? അല്ല, വിജയകുമാറിന് ചിലപ്പോ ഇതിനെ കുറിച്ച് ഒരു ഐതിഹ്യം പറയാനുണ്ടാവും. പറഞ്ഞല്ലോ ശിവന്റെ ഈ അംബിക ആരാണ്? ഈ പാട്ട് നന്നായി പാടിയല്ലേ? നല്ല പാട്ടായിരുന്നു. ഓക്കെ, അംബിക എന്ന് വിളിക്കുന്ന ആരായിരുന്നു വിജയ? സാധാരണ അംബിക അറിയത്തില്ലേ? കമലാക്ഷി ചേച്ചിയുടെ ഇളയ മോള്. ഓക്കെ, ഇപ്പോഴും അംബിക അറിയത്തില്ല. കമലാക്ഷി ചേച്ചിയുടെ ഇളയ മോളെ എപ്പോഴും കാണുന്ന ഒരാളാ. എന്താ പ്രദീപ്? ഓക്കെ, പ്രദീപിന്റെ യുവിന്റെ പ്രത്യേകം എന്താ പ്രദീപ്? യു അച്ഛന്റെ പേര് അച്ഛൻ ഉണ്ണിക്ക്. അതാണ് ഞാൻ എപ്പോഴും യു പ്രദീപ് എന്ന് പറയാം. ആ യു പല ദിവസവും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാരും വിളിക്കുന്നത് ഉപ്രാന്ന. അത് മാപ്രാന്ന് പിന്നീട് വന്നത്. അത് ഇവിടെ പ്രാപ്രായുണ്ട്, പ്രജിനൻ പ്രവിത, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പ്രതിഭേട്ടനെ അവിടെ ഈ മറ്റേ എന്തെങ്കിലുമൊക്കെ അക്ഷരത്തെറ്റൊക്കെ ഉണ്ട് തിരുത്തും. അപ്പൊ ഞങ്ങൾ അതെ, അപ്പൊ നമ്മൾ ഡെസ്കില് യുപ്രത്ത് എഴുത്തച്ഛൻ എന്നാണ് ഉപ്രത്ത് എഴുത്തച്ഛൻ.
അതിൽ ഏറ്റവും കൂടുതൽ പുള്ളി പ്രശ്നം പുള്ളിക്ക് എഴുത്തുണ്ടോന്ന് എനിക്കറിയില്ല. പുള്ളി അച്ഛനാണ്. രണ്ട് കുട്ടികളൊക്കെ. അല്ല എന്തായാലും നമ്മളങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്. റെഡി റെഡി. പുലിക്കളി സംബന്ധിച്ച് പുള്ളി വലിയൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും പുലികളി എന്നാണ് എഴുതുന്നത്. തൃശ്ശൂർക്കാര് പുലിക്കളി എന്നാണ് പറയുന്നത്. വലിയ തർക്കമായോ? അപ്പൊ ഞാനും പ്രദീപൊക്കെ പുലിക്കളിയുടെ ആൾക്കാരാണ്. പുറത്തുള്ളവര് പുലികളി കളികളുടെ ആശാന്മാരാണ്. പുലി കൂടി ഉണ്ട്. കടുവയായാലും പുലിയായാലും കണക്കാ. അല്ല തൃശ്ശൂർക്കാര് കണ്ടുപഠിക്കണം. അപ്പൊ ബി ജെയിംസ്, നമ്മൾ അന്തർദേശീയ വാർത്താ രംഗത്തേക്ക് പ്രവേശിക്കാൻ അല്പം കൂടെ സമയം വേണം. ഗോപി കൃഷ്ണനോട് ഞാൻ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് അതിന് മുന്നേ ഒരു കാര്യം, ഇതിപ്പം നമ്മുടെ അർജുന നൃത്തംകാരുടെ ആവേശത്തിൽ നിന്ന് അഴിഞ്ഞു വീണതാ. മയിൽപീലിയാ? ഞാൻ ചോദിക്കട്ടെ, ഈ മയിൽപീലി തുണ്ട് ഇവിടെ ആർക്ക് കൊടുക്കും? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ആർക്ക് കൊടുക്കണം എന്ന് എസ്കേൻ പറയണം. ഗോപി കൃഷ്ണൻ, ഗോപികമാരുടെ കൃഷ്ണൻ ഇവിടെ നിൽക്കുകയാണ്. ഇത് ഗോപി ചേട്ടനാണോ ജെയിംസ് സാറിനാണോ പ്രവിധയാണ് തീരുമാനിക്കേണ്ടത്. ഞാനോ? അയ്യോ, ഗോപി ആദ്യമായിട്ടൊന്നും ഒരു പെൺകുട്ടിയോട് പിണങ്ങി പിറ്റേ ദിവസം തന്നെ ഇണങ്ങിയായിരുന്നു. എനിക്കും അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നതേ, ഇവിടെ ഉള്ളവരിലെ ഏറ്റവും നല്ല ചെറുപ്പം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലുള്ള ഒരാൾക്ക് കൊടുത്തോളൂ. അത് ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല. പ്രവിധിയാണ് അതിനൊക്കെ പറ്റിയ ആള്. ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ കുട്ടി. അപ്പൊ ജെയിംസ് സാറിനെ കൊടുക്കണം. വിജയേട്ടന് കൊടുക്കണോ? എല്ലാരും ഒന്ന് കൈയടിച്ച്. ഇത് വല്ലാത്ത ജയിത്തായി പോയി. മയിൽപീലി തുണ്ടിന്റെ കുറവുണ്ടായിരുന്നു. അതെ, ഒരു കാര്യമുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ പുസ്തകത്തിൽ മയിൽപീലി സൂക്ഷിക്കുമായിരുന്നു. ആരാ പുസ്തകത്തിൽ വെച്ചത്? അപ്പൊ ആരാ പറഞ്ഞത്, ഇത് സൂര്യൻ കണ്ടാലേ മയിൽപീലി പ്രസവിക്കുന്നവർ. ഈ മയിൽപീലി തുണ്ടിന്റെ ഓർമ്മയ്ക്ക് മനസ്സിൽ എന്തെങ്കിലും തീക്കൊള്ളി വെച്ച് എഴുതി വെച്ചിട്ടുണ്ടോ? മയിൽപീലി മനസ്സിൽ ഒരു എന്താ പറയാ, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഗൃഹാതുരം പേറുന്ന ഒരു ഓർമ്മയായിട്ടുണ്ട്. ഉണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പക്ഷെ വലിയ ദുഃഖത്തോടെ പറയട്ടെ, ഞാൻ പഠിച്ചത് മുഴുവൻ മറ്റേ ആൺകുട്ടികളുടെ സ്കൂളിലും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ മിക്സഡ് സ്കൂളിൽ ഉറപ്പായിട്ടും. താങ്ക് യു, കൺഗ്രാജുലേഷൻ. ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഗോപി, എന്താണ് ഗോപിയുടെ ഒരു കഥയുടെ കാര്യം പറഞ്ഞത്? ഒരു കഥയുടെ കാര്യം പറഞ്ഞത് എന്തോ കഥയുണ്ടോ? അല്ല, എനിക്ക് ഗോപിയുടെ കഥകൾ എനിക്ക് കഥകളെല്ലാം ആവിഷ്കരിക്കുന്നുണ്ട്. ഇല്ല, പ്രേക്ഷകർ അനുഭവങ്ങളൊന്നും തിരുവോണ ദിനാശംസകൾ എല്ലാവരും നിറഞ്ഞ ഓണമാകട്ടെ. അതാണ് കൈനഗിരിയിലെ മനീഷ് മഹിബാൽ അവിടുത്തെ പുലിയാണ്. അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യം, കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ഓണം എന്ന് പറഞ്ഞാൽ അവരുടെ വള്ളംകളി നിലയിലേക്കാണ്. 28-ാം തീയതി നമ്മൾ പൊളിക്കില്ലേ വിജയ? അവിടെ പൊളിക്കും. നമ്മള് നെഹ്റു ബോട്ട് റേസ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളവിടെ പോയി. അല്ല, വിജയനാകെ വള്ളംകളി മാറ്റി വെച്ചപ്പോഴേ വിജയനാകെ വിഷമത്തിലായിരുന്നു, ഉണ്ടാവില്ല എന്നിങ്ങനെ സംശയത്തിലായിരുന്നു. അതെന്താണെന്നറിയോ, വിജയൻ ഇത് മാറ്റി വെച്ചോ, വിജയന്റെ വെള്ളംകളിയും പോയി. വെള്ളംകളി എന്നൊക്കെ പറഞ്ഞ ആളുകൾ തെറ്റി. വിജയൻ ഒരു കള്ളുകുടിയനാണ് എന്ന് ആർക്കും അറിയത്തില്ല. എന്തൊക്കെ അറിയാം? പെൺപിള്ളേരുടെ കാര്യമാണ് ബിപിക്ക് അറിയാം, ആണുങ്ങളുടെ കാര്യം. ശരി, മനീഷ് മഹിബാലിലേക്ക് പോകുന്നു. മനീഷ് ഉള്ളത് നമ്മളോടൊപ്പം കൈനഗിരിയിൽ നിന്നാണ്. കുട്ടനാട്ടുകാരുടെ ഓണം ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനീഷ് മഹിബാൽ. ഓണം കിട്ടിയോ അവിടെ ഇരിക്കുന്ന? ഓണാശംസകൾ. പിന്നെ സാർ, എന്താണെങ്കിലും ഞാൻ ഈ കൈനഗിരിയിലാണുള്ളത്. ഇവിടെ പറയേണ്ടതില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരുപാട് അധികം നേരമായി ഇവിടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ അല്പനേരം കാത്തു നിൽക്കണം, കുറച്ച് സമയം വൈകും എന്ന് പറയും. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും കാത്തു നിൽക്കും. ഇന്ന് വൈകിട്ട് വരെയും കാത്തു നിൽക്കാമെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. വലിയ ആവേശമുണ്ട്. കാരണം ഇത്തവണ ഓണം കഴിഞ്ഞാണ് വള്ളംകളി. സാധാരണ വള്ളംകളിയൊക്കെ കഴിഞ്ഞാൽ വള്ളംകളിയുടെ ആവേശമൊക്കെ ചെറുതായിരുന്നു ചോർന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ ഓണം വരിക. ഇപ്രാവശ്യം പക്ഷേ അങ്ങനെയല്ല, ഇരട്ടി ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ ആവേശം അലയടിക്കുന്നു. കരക്കാർക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള ക്ലബ്ബുകൾ, അതായത് പല വിവിധതരം ക്ലബ്ബുകളിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ചെറിയ കുട്ടികൾ വരെയുള്ള ആളുകൾ, എല്ലാവർക്കും അത്തരത്തിൽ വള്ളംകളിയുടെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം, ഒപ്പം തന്നെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം. അങ്ങനെ ഓണക്കാലം വലിയ സമൃദ്ധമായി ആഘോഷിക്കാൻ കുട്ടനാട്ടുകാർക്ക് ഇത്തവണ കഴിയുന്നുണ്ട്. ചേട്ടാ, എങ്ങനെ കാണുന്നു ഓണപ്പരിപാടി, ഓണത്തേക്ക്? ഇവിടുത്തെ വളരെ ഭംഗിയായിട്ട് തന്നെ ഓണം. അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പം ഇവിടെ വള്ളംകളിയാണ്. നാളെ എന്താ വള്ളംകളി? നാളെ 2 മണിക്ക് ചെറുവള്ളംകളി മത്സരമാണ്. MP നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. സമ്മാനദാനം നമ്മുടെ ബഹുമാനപ്പെട്ട KK തോമസ് MLA ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നമ്മൾ വയനാട് ദുരന്തത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിൽ നമ്മൾ ദുഃഖം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ കലാപരിപാടികൾ ചുരുക്കിക്കൊണ്ട് ഒറ്റ ദിവസ വള്ളംകളി മത്സരം നടത്തി നമ്മൾ
അതായത് ഈ നെഹ്റു ട്രോഫി വള്ളംകളി അല്ലാതെ പ്രാദേശികമായ ഒട്ടേറെ വള്ളംകളികളുണ്ട്. നാളെ ഈ ആറ്റിലൊരു വള്ളംകളിയുണ്ട്. അതിന് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ട്രോഫികളാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ വലിയ ഈ കരയ്ക്ക് ഈ ആറിനക്കരെ ഒരു കരക്കാരാണ്. അവർ വേറെ ക്ലബ്ബുകളും വേറെ ആവേശവുമായിരിക്കും. അതായത് അങ്ങനെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന വലിയ സാഹചര്യം. എന്താണെങ്കിലും ഈ ആവേശം എത്രത്തോളമായി കേട്ടോ ആവേശം? ഞങ്ങളിവിടെ 8ാമത് വികാസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ മത്സരമാണ്, ചെറു മത്സര വള്ളംകളിയാണ് നടക്കുന്നത്. അതിൻ്റെ ആവേശത്തിലാണ് ഞങ്ങൾ. നാളെയാണ് മത്സരം. അതിൻ്റെ ആവേശം ഇവിടെ എല്ലാവരിലും ഉണ്ട്. ഞങ്ങൾ അതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശം കൃഷ്ണനെ കാണാൻ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം. ഞാൻ കൃഷ്ണനെ കാണാൻ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം. അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണമേ. അറിഞ്ഞു വല്ലതും തന്നയക്കണമേ. തരിമണി അങ്ങനെ ഈ ആവേശം അലതല്ലുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം